6-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആധ്യാത്മിക അന്തര്യോഗങ്ങളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ശങ്കര ഭാഷ്യത്തിൻ്റെ ആ ഒരു രീതിയുമായിട്ടൊക്കെ പരിചയമുള്ള ആളുകളുണ്ട്. പുതിയ ആളുകളും കുറച്ച് പേരൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ എത്ര പേരാണ് ഇതിൽ പുതുതായിട്ട് ആശ്രമമായിട്ട് അന്തര്യോഗത്തിൽ പങ്കെടുക്കുന്നവർ? കുറച്ച് പേരൊക്കെയാണുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് പറയാനുള്ളത്, ശങ്കരഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനം, സ്വാമിജിയുടെ വ്യാഖ്യാനമുണ്ട്. 10 അധ്യായങ്ങളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിൽ 6-ാം അധ്യായം ഇപ്പോൾ പ്രിൻ്റ് ഔട്ടാണ്, പക്ഷേ റീപ്രിൻ്റ് വരും. അപ്പം നിങ്ങൾക്ക് ബുക്ക് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു വെച്ചിട്ട് പോകാം. അങ്ങനെ ഒരു കാര്യം തുടക്കത്തിലേ പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വീണ്ടും ഓർമ്മിക്കണം എന്നുണ്ടെങ്കിൽ പുസ്തകം ഉപകാരപ്പെടും. തുടക്കത്തിലേ അത് പറയുകയാണ്. വളരെ വിശദമായിട്ട് ശങ്കരഭാഷ്യം 6-ാം അധ്യായം സ്വാമിജി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശരി, ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വരാം. 6-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമുക്ക് ഇവിടെ ചിന്തിക്കാനുള്ളത്. അപ്പോൾ ഭഗവത്ഗീത മൊത്തത്തിൽ 18 അധ്യായങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. ആ 18 അധ്യായങ്ങളിൽ ആദ്യത്തെ 6 അധ്യായങ്ങൾ ഒരു പ്രത്യേക വിഷയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണെന്ന് പറയും. അടുത്ത 6 അധ്യായങ്ങൾക്ക് മറ്റൊരു മുഖ്യമായിട്ടുള്ള വിഷയമാണ് അതിൻ്റെ ഉള്ളടക്കമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നും, പിന്നെ അടുത്ത 6 അധ്യായങ്ങൾ അതുപോലെ തന്നെ ഒരു മുഖ്യമായിട്ടുള്ള വിഷയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണെന്നും പറയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ശാസ്ത്ര ശ്രവണത്തിലൂടെ നേടേണ്ട അറിവെന്താണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ വിഭജനം പറയുന്നത്. ഇതെല്ലാ ആചാര്യന്മാരും, ശങ്കരാചാര്യ സ്വാമികളൊന്നും ഇങ്ങനെ വിഭജിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ പിൽക്കാലത്തെ ആചാര്യന്മാർ ഗ്രന്ഥത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭജനക്രമം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനക്രമം പറഞ്ഞിട്ടുള്ളത് എന്നാണെങ്കിൽ, എന്താണോ നമുക്ക് ശാസ്ത്രത്തിലൂടെ ആർജിക്കേണ്ടത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്ത്രത്തെ സമീപിക്കുന്നത്? നമ്മൾ എന്തിനോ വേണ്ടിയിട്ടാണ് ശാസ്ത്രത്തെ സമീപിക്കുന്നത്? ശാസ്ത്രത്തെ സമീപിക്കാൻ നമുക്ക് ലോകത്തിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യന്മാർ, ആളുകൾ. കർമ്മ സാമർഥ്യം എന്നുള്ളത്, കർമാധികാരം എന്നുള്ളത് മനുഷ്യന്മാർക്ക് വിശേഷമായിട്ടുള്ള സിദ്ധിയാണ്. ജന്മനാ തന്നെ ലഭിച്ചിട്ടുള്ള സിദ്ധിയാണ്. എന്താണത്? കർമാധികാരം എന്നുള്ളത്. ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥാ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. അപ്പം ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രേരണയുണ്ട്. ആ പ്രേരണയുടെ പ്രചോദനം എന്താണെന്ന് അന്വേഷിച്ചാൽ, തന്നിൽ തന്നെയുള്ള പരിമിതത്വ ബോധത്തെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. താൻ ഏതെല്ലാമോ വിധത്തിൽ അപൂർണനാണ്, പരിമിതനാണ്, ഈ ഒരു അറിവിനെ, തന്നെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു അറിവിനെ അംഗീകരിക്കാൻ സാധിക്കാതെയാണ് നമ്മുടെ എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങളും നടക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പരിമിതികൾ പലതുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള ചില പരിമിതികൾ ഓരോ ജീവനും അനുഭവിക്കുന്നുണ്ട്. അതെന്താ ചോദിച്ചാൽ, ഞാൻ ദേശം കൊണ്ട് പരിമിതനാണ്, കാലം കൊണ്ട് പരിമിതനാണ്, വസ്തു കൊണ്ട് പരിമിതനാണ്. ദേശകാല വസ്തു അധിഷ്ഠിതമായിട്ടുള്ള പരിമിതത്വം. ദേശാധിഷ്ഠിതമായിട്ടുള്ള പരിമിതത്വം എന്ന് പറഞ്ഞാൽ, ഞാനൊരിത്തിരി പോകുന്ന സ്ഥലത്ത് മാത്രമുള്ള ഒരാളാണ്, ബാക്കിയുള്ളതെല്ലാം എന്നിൽ നിന്നും അന്യമായിട്ടുള്ളതാണ്. അപ്പം അന്യമായിട്ടുള്ളത് ഉണ്ട് എന്ന് ധരിക്കുന്നിടത്തോളം കാലം അവ തനിക്ക് ഏതെങ്കിലും വിധത്തിൽ വിപരീതമായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആശങ്കയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയും സ്വാഭാവികമായിട്ടുണ്ടാവണോ. ഒപ്പം ഈ പരിമിതത്വത്തെ, ദേശഗതമായിട്ടുള്ള പരിമിതത്വത്തെ നീക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ള പരിശ്രമവും ഉണ്ടാവണം.
അടുത്തതായിട്ട് കാലഗതമായിട്ടുള്ള പരിമിതത്വമാണ്. അതെങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ചോദിച്ചാൽ, അയ്യോ ഞാൻ മരിക്കുമല്ലോ എന്നുള്ള നിലയ്ക്കാണ്. അയ്യോ എനിക്ക് ഇത്രയല്ലേ ആയുസുള്ളൂ, എനിക്ക് മരണം എന്നുള്ളൊരു യാഥാർത്ഥ്യം മുന്നിലുണ്ടല്ലോ. ഭയം അത് സ്വാഭാവികമായിട്ട് ജീവനുള്ളതാണ്. എന്തിനാ മരണത്തെ ഭയക്കുന്നത്? കാരണം ആർക്കും താല്പര്യമില്ല. എന്തിനു താല്പര്യമില്ല? തൻ്റെ ആ ഒരു കാലഗതമായിട്ടുള്ള പരിമിതിയെ അംഗീകരിക്കാം. എന്താണ് ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത്? അനന്തമായിട്ട് ഞാനിവിടെ ഉണ്ടായിരിക്കണം, അനന്തമായിട്ട് കാലഗതമായിട്ട് ഒരു പരിമിതിയില്ല, അത് അനന്തമായിട്ടുള്ള ഒരു അസ്തിത്വം എനിക്ക് ഉണ്ടായിരിക്കണം, ഇതാണ് വിചാരിക്കുന്നത്. അതുപോലെ വസ്തുഗതമായിട്ടുള്ള പരിമിതത്വം. വസ്തുഗതമായിട്ടുള്ള പരിമിതത്വം എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാത്തത്, ഞാൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഒരു ഒരു ഘടകത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അന്യമായിട്ടുള്ളതെല്ലാം എന്നിൽ നിന്നും അന്യമായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അന്യമായിട്ടുള്ളവ ഉണ്ട്. വിഷയഗതമായിട്ടുള്ള പരിമിതത്വം. ഇത് കുറച്ചും കൂടിയൊക്കെ വിശദമായിട്ട് പറയേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരൊക്കെ വേദാന്തികളാണെന്നുള്ളത് കൊണ്ട് അത്ര വിശദമാക്കുന്നില്ല, ചുരുക്കുകയാണ്. ദേശകാല വസ്തുഗതമായിട്ടുള്ള പരിമിതത്വം. അപ്പൊ ഈ പരിമിതിയോട് കൂടിയിട്ട് നമ്മളെ അംഗീകരിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. നമുക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ഒരു പരിമിതിയും ഒരു അപൂർണതയും ഇല്ലാത്ത ആളായിട്ട് നമ്മളെ കാണണം. അങ്ങനെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു ഇച്ഛ, ഒരു വ്യഗ്രത ജീവന്റെ ഉള്ളിൽ ഉള്ളതിന് കാരണം ആചാര്യന്മാർ പറയും നമ്മുടെ സ്വരൂപം അപരിമിത സ്വരൂപമായതുകൊണ്ടാണ്. നമ്മൾ സ്വതേ പരിമിതരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അടങ്ങാത്ത ഒരു ഇച്ഛ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. നമ്മുടെ സ്വരൂപം സ്വതേ തന്നെ അപരിമിത സ്വരൂപമായതുകൊണ്ടാണ് ഈ ഒരു ഇച്ഛ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് കർമ്മമായിട്ട് ബഹിർഗമിക്കുന്നത്. അത് ചെയ്താൽ എനിക്ക് ഈ പരിമിതിയെ നീക്കാൻ പറ്റുമായിരിക്കും, ഇത് നേടിയാൽ എനിക്ക് ഈ പരിമിതിയെ നീക്കാൻ പറ്റുമായിരിക്കും, അവിടെ എത്തിയാൽ പ്രശ്നം തീരുമായിരിക്കും, എനിക്ക് സന്തതി പരമ്പരകളൊക്കെ ഉണ്ടായാൽ അവരിലൂടെ ഞാൻ നിലനിൽക്കുമായിരിക്കും. ഇങ്ങനെ 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 ദേശകാല വസ്തുഗതമായിട്ടുള്ള പരിമിതത്വത്തെ അതിക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ജീവന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു പരിശ്രമം നമ്മൾ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായിട്ടുള്ള അജ്ഞാനത്തിൻ്റെ മറവോട് കൂടിയിട്ടുള്ള പരിശ്രമമാണ് ജീവന്റെ സ്വാഭാവിക തലത്തിൽ നിന്നുണ്ടാവുന്നത്. എന്നാൽ എപ്പോഴാണോ ചിത്തശുദ്ധി ഒരു പരിഭാഗം വരുന്നത്, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ചിത്തശുദ്ധി ഒരു പരിധി വരെയെങ്കിലും ആർജിച്ചു കഴിയുന്നത്, അപ്പോഴാണ് നമുക്ക് എവിടുന്നെങ്കിലും ഒരു ഗുരുവിനെ കിട്ടാനും അല്ലെങ്കിൽ ഒരു ശാസ്ത്രവാക്യം നമ്മുടെ ചെവിയിൽ വീഴാനും ഒക്കെ ഇടയാവുന്നത്. നമ്മുടെ അന്വേഷണം പുറമേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം പുറമേന്ന് നേടുന്നതൊക്കെ അപൂർണമായിട്ടുള്ളതായിരിക്കും. നമ്മൾ സ്വതവേ പരിമിതരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ആ പരിമിതിയെ നീക്കാൻ പറ്റില്ല. വാസ്തവം നമ്മൾ അപരിമിത സ്വരൂപരാണെന്നുള്ളതാണ്. അതറിയാത്തതാണ് പ്രശ്നം. നമ്മുടെ സ്വരൂപം തന്നെ പൂർണ്ണ സ്വരൂപമാണ് എന്നുള്ള വേദാന്ത ശാസ്ത്രത്തിൻ്റെ പൊരുളിനെ എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അത് പ്രകൃതി തന്നെ ചെയ്യും. ഒരു ഘട്ടം എത്തുന്ന സമയത്ത് ഈ ജീവനെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ നമ്മൾ ആ ഒരു സൽക്കർമ്മ പരിഭാഗം നേടിയവരാണെന്നുണ്ടെങ്കിൽ പ്രകൃതി തന്നെ നമ്മളെ അതിലേക്ക് അങ്ങ് കൊണ്ടുവരും. ഈ ഒരു അറിവ് നമ്മളെ ആകർഷിക്കാൻ തുടങ്ങും. ഇത് ചുറ്റുപാടുണ്ട്, പക്ഷെ ഇപ്പോൾ നമ്മളെ ആകർഷിക്കുന്നുണ്ടാവില്ല. പാകം വരാത്തടത്ത് ഈ അറിവ് നമ്മളെ ആകർഷിക്കില്ല. പക്ഷെ ഒരു പരിഭാഗം വരുമ്പോൾ ഈ ഒരു അറിവ് നമ്മളെ ആകർഷിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ശാസ്ത്രം പറയും ആത്മദർശനം, ആത്മസ്വരൂപം, നമ്മുടെ യഥാർത്ഥ സ്വരൂപം പരിപൂർണ സ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്, സത്യം ജ്ഞാനം അനന്തമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അത് അറിയാന്നുള്ളതാണ് ഇവിടെ ഏക പരിഹാരമായിട്ടുള്ളത്. അതറിയാത്ത പ്രശ്നമേ ഉള്ളൂ, നേടേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മുടെ സ്വരൂപം ഇപ്പോഴേ ആ പൂർണ്ണ സ്വരൂപമാണ്. ആ സ്വരൂപത്തെ തിരിച്ചറിയാത്തതാണ് പ്രശ്നം. എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അപ്പൊ പറയും ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ഉപനിഷത്തിൽ ഋഷി ഉപദേശിക്കും.
ആത്മാവാരേ ദ്രഷ്ടവ്യ, ആത്മസ്വരൂപത്തെ ദർശിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. പക്ഷെ എങ്ങനെ അറിയാൻ സാധിക്കും? അതിനുള്ള വഴി എന്താ ചോദിച്ചാൽ പറയും, ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യ. ശ്രവണം ചെയ്യണം, മനനം ചെയ്യണം, നിതിധ്യാസനം ചെയ്യണം. ഇതാണ് വഴി. ശാസ്ത്രം ശ്രവിക്കണം, മനനം ചെയ്യണം, നിതിധ്യാസനം ചെയ്യണം. അപ്പൊ ശ്രവണം ആദ്യഘട്ടം, മനനം അടുത്ത ഘട്ടം, നിതിധ്യാസനം. അങ്ങനെ ശ്രവണ മനന നിതിധ്യാസനങ്ങൾ ചെയ്യണം. എന്തിൻ്റെ? ശാസ്ത്രവാക്യങ്ങളുടെ, ശാസ്ത്രത്തിൻ്റെ പൊരുളിന്. അതിൽ തന്നെ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപം ബോധിപ്പിക്കുന്ന വാക്യമായിട്ട് മഹാവാക്യങ്ങളെയാണ് പറയുക. മഹാവാക്യങ്ങൾ, തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങളാണ് ഈ ഒരു പരിമിതി ഇല്ലാത്ത സ്വരൂപമാണ് നമ്മുടെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്നവയായിട്ടുള്ളത്. ജീവ ഈശ്വര ഐക്യത്തെ ബോധിപ്പിക്കുന്നവയാണ് ഈ മഹാവാക്യങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ അതിൽ മഹാവാക്യ ഗ്രഹണത്തിൽ 3 തലങ്ങളുണ്ട്. എന്തൊക്കെ 3 തലങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് ജീവന്റെ സ്വരൂപത്തെ തിരിച്ചറിയുക, മറ്റൊന്ന് ഈശ്വരന്റെ സ്വരൂപത്തെ തിരിച്ചറിയുക, അടുത്ത ഘട്ടത്തിൽ ഇത് രണ്ടും തമ്മിലുള്ള ഐക്യത്തെ ബോധിക്കുക എന്നുള്ളതാണ്. അതിൽ ജീവൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു അറിവുണ്ട്. എന്താണ് നമ്മളുടെ അറിവ്? ഞാൻ ഇന്ന ദേശത്ത് ഇന്ന ദിവസം ജനിച്ച് ഇത്രയും കാലം ജീവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഈ അറിവ് എന്താണ്? അതിൻ്റെ വാച്യാർത്ഥമാണ് എന്ന് പറയും. ത്വം പദം. ത്വം പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ അറിയുന്നവർക്കറിയാം. ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. ഈ ത്വം പദത്തിനൊരു വാച്യാർത്ഥവുമുണ്ട്, ഒരു ലക്ഷ്യാർത്ഥവുമുണ്ട്. എന്താണ് വാച്യാർത്ഥം? ഇപ്പം നമ്മൾ എങ്ങനെയാണോ നമ്മളെ മനസ്സിലാക്കുന്നത് അത് വാച്യാർത്ഥം. പക്ഷെ ആ വാച്യാർത്ഥം പരമാർത്ഥമല്ല. പിന്നെന്താണ് പരമാർത്ഥം? അതിൻ്റെ ലക്ഷ്യാർത്ഥത്തിലേക്ക് നമ്മൾ അന്വേഷിച്ച് ചെല്ലണം. എന്താണ് ലക്ഷ്യാർത്ഥം? ലക്ഷ്യാർത്ഥം ഉപാധി വിനിർമുക്തം ശുദ്ധം ചൈതന്യം എന്നുള്ളതാണ്. വാച്യാർത്ഥം ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തോടൊത്തത്, പഞ്ചകോശങ്ങളോടൊത്തത്, അവസ്ഥാത്രയങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനാണ് ഞാൻ. അതായത് എനിക്ക് ഈ സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, കാരണ ശരീരമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു, സ്വപ്നം കാണുന്നു, എഴുന്നേൽക്കുന്നു, വീണ്ടും സ്വപ്നം കാണുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. ഇങ്ങനെ അവസ്ഥാത്രയങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ എല്ലാ ജീവന്റെയും സാമാന്യമായിട്ടുള്ള അനുഭവമാണ്. ഇതിലൊരു ജീവനും തമ്മിൽ വ്യത്യാസമില്ല, അല്ലെ? ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പിന്നെ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളാകുന്ന ശരീരങ്ങളിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഉണർന്നിരിക്കുമ്പോൾ സ്ഥൂല ശരീരത്തിലും, സ്വപ്നം കാണുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലും, ഗാഠനിദ്രയിൽ കാരണ ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ടാണ് ജീവൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പഞ്ചകോശങ്ങളുണ്ട് എന്ന് പറയും. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നുള്ള പഞ്ചകോശങ്ങളിൽ അഭിമാനിച്ചു കൊണ്ടാണ് ഓരോ ജീവനും കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ അറിയുന്നതെന്ന് വെച്ചാൽ അത് വാച്യാർത്ഥമേ ആവുന്നുള്ളൂ. പക്ഷേ ഒരന്വേഷണത്തിൽ നമുക്ക് എന്ത് മനസ്സിലാവും? സൂക്ഷ്മമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവും ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ അപേക്ഷിക്കാതെയും ഉള്ള ഒരസ്തിത്വം എനിക്കുണ്ട്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ എൻ്റെ അവിഭാജ്യ, ഞാനെന്ന അറിവിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാലും വാസ്തവത്തിൽ ഇതിനൊന്നും അപേക്ഷിക്കാത്ത ഒരു ഞാനുണ്ട്. ഞാൻ എന്നുള്ള ആ ഒരു കേവലമായിട്ടുള്ള അറിവ് ഇതിനൊന്നും അപേക്ഷിച്ചിട്ടുള്ളതല്ല. അതുപോലെ തന്നെ പഞ്ചകോശങ്ങളെയും അപേക്ഷിച്ചിട്ടുള്ളതല്ല. അവസ്ഥാത്രയങ്ങളാണ് പിന്നെ വരുന്നത്. അവസ്ഥാത്രയങ്ങളെ അനുഭവിക്കുന്നവൻ എന്നുള്ള ഒരു നിലയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാലും അന്വേഷിക്കുമ്പോൾ ഞാൻ അതിന് സാക്ഷിയാണെന്ന് എനിക്ക് ബോധിക്കാൻ സാധിക്കുന്നുണ്ട്. എന്ത് വന്നാലും പോയാലും അതിനെയൊക്കെ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കേവല ബോധം എന്നുള്ള ഒരു തലം നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ അവസ്ഥാത്രയ സാക്ഷി എന്ന് പറയുന്നത്. ആ അവസ്ഥാത്രയ സാക്ഷിയായിട്ട് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആത്മബോധത്തിലേക്കുള്ള, അതായത് വേദാന്ത ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സാധന. പക്ഷെ ഇതിനെ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രാഥമികമായിട്ടുള്ള പല സാധനകളിലൂടെയും നമ്മൾ കടന്നു വരണം. എന്നാൽ നമ്മുടെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം നൽകാൻ ശാസ്ത്രം മഹാവാക്യങ്ങളെ ഉപദേശിക്കുന്ന ആ മഹാവാക്യം നമുക്ക് ബോധിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിനെയുള്ള പ്രാഥമികമായിട്ടുള്ള പടിയായിട്ട് തത്പദ വിചാരം പറയും.
അടുത്ത ഘട്ടം ത്വംപദ വിചാരം. ത്വംപദ വിചാരമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. ജീവന്റെ സ്വരൂപം നിർണയിക്കുക എന്നുള്ളത്. അടുത്തതായിട്ട് വരുന്നത് തത്പദ വിചാരമാണ്. തത്ത് എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത് ഈശ്വരനാണ്. അപ്പൊ ഈശ്വരൻ എന്നുള്ളതിനെ ശാസ്ത്രം എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് വെച്ചാൽ, എങ്ങനെയാണ്? സമഷ്ടി സ്വരൂപനായിട്ടുള്ള ഈശ്വരൻ, ഈ സർവ നാനാത്വത്തിനും സർവപ്രപഞ്ചത്തിനും സ്ഥൂലമായിട്ടോ സൂക്ഷ്മമായിട്ടോ കാരണമായിട്ടോ ഉള്ള സർവപ്രപഞ്ചത്തിനും. സ്ഥൂലപ്രപഞ്ചം എന്താണ്? നാമരൂപാത്മകമായിട്ട് പ്രകടമായിട്ടുള്ള പ്രപഞ്ചം. സൂക്ഷ്മ പ്രപഞ്ചം എന്താണ്? സർവദേവതകളും അടങ്ങിയിട്ടുള്ള ദേവതാമയമായിട്ടുള്ള, അതുപോലെ തന്നെ സൂക്ഷ്മ പ്രാണനും എല്ലാം അന്തർഭവിച്ചിട്ടുള്ള പ്രപഞ്ചം സൂക്ഷ്മ പ്രപഞ്ചം. ഹിരണ്യഗർഭൻ എന്ന് പറയും ആ സൂക്ഷ്മ പ്രപഞ്ചാഭിമാനിയായിട്ടുള്ള ദേവതയ്ക്ക്. ഹിരണ്യഗർഭൻ, ബ്രഹ്മാവ് എന്നൊക്കെ പുരാണത്തിൽ ബ്രഹ്മാവ് പറയും, ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഹിരണ്യഗർഭൻ എന്ന് പറയും. ഇനി കാരണതലത്തിൽ വരുമ്പോൾ മായ തന്നെയാണ് ആ കാരണ പ്രപഞ്ചം എന്നുള്ളത്. കാരണപ്രപഞ്ചം ശക്തി സ്വരൂപമായിട്ട് നിൽക്കുന്ന മായ, ഈ പ്രപഞ്ചത്തിന് മുഴുവനും ബീജരൂപത്തിൽ ശക്തി മാത്രമായിട്ട് നിൽക്കുന്ന മായയ്ക്ക് അധീശനായിട്ടുള്ള ഒരു ഈശ്വരൻ എന്നുള്ള ഭാവം. അവിടെയാണ് ശരിക്കും ഈശ്വരൻ എന്നൊക്കെ ഉള്ള വാക്ക് ഉപയോഗിക്കുക. മാണ്ഡൂക്യ ഉപനിഷത്തിലൊക്കെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മായാധീശൻ എന്നുള്ളതാണ്. മായ കാരണ പ്രപഞ്ചം. അപ്പോൾ സമഷ്ടിയിലും സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് അധീശമായിട്ട് നിൽക്കുന്ന ആ ഒരു ചൈതന്യ സ്വരൂപത്തെ ഈ ഉപാധികളുടെ അപേക്ഷയിൽ പല പേരുകളിട്ട് നമ്മൾ വിളിക്കും. സ്ഥൂല പ്രപഞ്ചത്തിന്റെ അപേക്ഷയിൽ വിരാട് പുരുഷൻ അല്ലെങ്കിൽ വൈശ്വാനരൻ എന്ന് പറയും. സൂക്ഷ്മ പ്രപഞ്ചമാണെന്നുണ്ടെങ്കിൽ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ബ്രഹ്മാവ് എന്ന് പറയും. കാരണപ്രപഞ്ചമാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ എന്ന് പറയും. അപ്പൊ ശാസ്ത്രം പറയുന്നു ഈശ്വരന്റെ സ്വരൂപവും നിന്റെ സ്വരൂപവും രണ്ടല്ല എന്നുള്ളത്. ഈ അറിവാണ് നമുക്ക് ആത്യന്തികമായിട്ട് മോക്ഷത്തെ നൽകുന്നത് എന്നും പറയുന്നു. എന്നാൽ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ എല്ലാവിധ പരിമിതികളും അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു നിലയ്ക്ക് ഇത് വിരുദ്ധമല്ലേ, നമ്മുടെ അനുഭവവുമായിട്ട് വിരുദ്ധമല്ലേ എന്ന് ചോദ്യം. അപ്പോഴാണ് ലക്ഷ്യാർത്ഥത്തിലേക്ക് പോവാൻ പറയുന്നത്. ഈശ്വരൻ എന്നുള്ളതിൻ്റെയും ലക്ഷ്യാർത്ഥത്തെ അന്വേഷിക്കണം. ലക്ഷ്യാർത്ഥത്തെ അന്വേഷിക്കുമ്പോൾ എന്ത് മനസ്സിലാവും? അവിടെയും ഉണ്ട് ഒരു സാക്ഷി. സ്ഥൂല പ്രപഞ്ചത്തിന് സാക്ഷിയായിട്ടുള്ള, സൂക്ഷ്മ പ്രപഞ്ചത്തിന് സാക്ഷിഭൂതമായിട്ടുള്ള, കാരണപ്രപഞ്ചത്തിന് സാക്ഷിഭൂതമായിട്ടുള്ള ആ പരമാത്മ തത്വം, ആ പരമാത്മാവാണ് ലക്ഷ്യാർത്ഥം. അപ്പോൾ ലക്ഷ്യാർത്ഥത്തെ നമ്മൾ എടുക്കുമ്പോൾ ജീവന്റെ സ്വരൂപവും ഈശ്വരന്റെ സ്വരൂപവും രണ്ടല്ല, ഏകമാണ്. അവിടെ ദ്വൈതമില്ല, അദ്വൈതമാണുള്ളത്. അതാണ് അദ്വൈതം. എന്താണ്? ജീവനും സമഷ്ടിയും ഞാനും ഈ കാണുന്ന സമഷ്ടിയും രണ്ടല്ല, ഏകമായിട്ടുള്ള തത്വം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ആ സത്യമാണ് ഈ പലതായിട്ട് കാണപ്പെടുന്നത്. ഏതുപോലെയാണോ സ്വപ്നത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ഇരിക്കുന്ന ഞാൻ തന്നെ പലതായിട്ട് തീരുന്നത്. എൻ്റെ സ്വപ്ന ലോകത്തിൽ സ്വപ്നം കാണുന്ന ആൾ ഏകനാണെന്നുണ്ടെങ്കിലും സ്വപ്ന പ്രപഞ്ചത്തിൽ മറ്റൊരാളായിട്ട് ഞാൻ തീരുന്നു. എനിക്കൊരു സ്വപ്ന ലോകമുണ്ട്. ആ സ്വപ്ന ലോകത്തിൽ പലരും പല വിധത്തിലുള്ള വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിൽ സ്വപ്നത്തിലുള്ള ഞാനും പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് തീർന്ന് കാണപ്പെടുന്നു സ്വപ്നത്തിൽ. പക്ഷെ ഉണർന്നു കഴിയുമ്പോൾ നമുക്കറിയാം, നേരായി ഉണർന്നവനാമശേഷം എന്ന് ഗുരുദേവൻ പറയുന്നുണ്ട്. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പലതില്ല, ഏകമാണ്. ഇതുപോലെ ഒരു മായാനിദ്രയിൽ ഈ ജീവൻ അകപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ ജീവൻ ഈശ്വരൻ എന്നുള്ള പല ഭേദങ്ങളോട് കൂടിയിട്ട് നമ്മളെ സ്വയം മനസ്സിലാക്കുന്നത്. എപ്പോഴാണോ നമുക്ക് ഈ മായാനിദ്രയിൽ നിന്നും ഉണരാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് മായാനിദ്രയിൽ നിന്നും ഉണരുക? ശരിയായിട്ടുള്ള അറിവ് കൊണ്ട്, ശരിയായിട്ടുള്ള ശാസ്ത്രപ്രമാണസിദ്ധമായിട്ടുള്ള ബോധം കൊണ്ട്, അറിവ് കൊണ്ട്. എപ്പോഴാണോ ഈ അവിദ്യാനിദ്രയിൽ നിന്നും നമുക്ക് ഉണരാൻ സാധിക്കുന്നത്, അപ്പോൾ ഇവിടെ പലതില്ല എന്നുള്ളതിനെ ബോധിക്കാൻ സാധിക്കും. അവിടെയാണ് ഈ ജീവയാത്രയുടെ പരിസമാപ്തി ഉണ്ടാവുന്നത് എന്ന് പറയും. അപ്പം അതിനു വേണ്ടിയിട്ട് ത്വംപദ വിചാരം, അതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മളാൽ ചെയ്യപ്പെടേണ്ടത്. ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ തത്പദ വിചാരമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന് ബോധിക്കുന്ന ആ ഒരു ഐക്യ
ഐക്യത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശവുമുണ്ട്. അതിൽ ആദ്യത്തെ ഭഗവത്ഗീതയിലുള്ള ആദ്യത്തെ 6 അധ്യായങ്ങൾ, 6 അധ്യായം എന്ന് പറയുമ്പോൾ അത്ര പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം 1-ാമത്തെ അധ്യായത്തിൽ ഉപദേശമില്ല എന്ന് നമുക്കറിയാം, അത് പശ്ചാത്തലമാണെന്നുള്ളത്. 2-ാം അധ്യായം തൊട്ടുള്ള ഉപദേശം നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഈശ്വരൻ്റെ സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള പ്രതിപാദനമൊന്നും അധികമായിട്ട് വരുന്നില്ല എന്നുള്ളത് കാണാൻ സാധിക്കും. പകരം ജീവസ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള അപഗ്രഥനാണ് വരുന്നത്. 2-ാം അധ്യായത്തിൽ ഭഗവാൻ ആരംഭിക്കുന്നത് തന്നെ നത്യേവാഹം ജാതുനാഹം നത്യം നേമേ ജനാധിപാഹ ന ചൈവന ഭവിഷ്യാമ സർവേ വയം അതഃപരം ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനഞ്ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു പരിമിത ജീവനാണ് ഞാൻ എന്നുള്ളതിൽ നിന്നും ഭഗവാൻ പതുക്കെ 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 നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക്, ആ നിത്യമായിരിക്കുന്ന ഒരു സ്വരൂപം, അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശത്തെ നൽകും. ഭഗവാൻ അറിയാം ആ ഉപദേശം കേൾക്കുന്ന അർജുനൻ ഇതൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവില്ല എന്നുള്ളത്. അപ്പം അത് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കർമ്മയോഗമാകുന്ന ഉപായത്തെ ഉപദേശിക്കും. അങ്ങനെ ആ ഒരു ഉപദേശ പ്രകാരമാണ് നമ്മൾ 6 അധ്യായങ്ങളിൽ വിശദമായിട്ട് കാണുക. അതിൽ 2-ാം അധ്യായം ഈ പറഞ്ഞ പോലെ പ്രഥമമായിട്ട് ത്വംപദത്തിൻ്റെ ശോധനം എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളതിന് ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമായിട്ട് എടുക്കാം. അവിടെ പ്രതിപാദിക്കുന്നതൊക്കെ തന്നെ നീ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരമാകുന്ന ഉപാധിയല്ല, അതിന് ഉപരിയുള്ള സാക്ഷി സ്വരൂപമാണ്. നമുക്ക് ആ ശ്ലോകത്തിൻ്റെ ഒക്കെ അർത്ഥം പിടികിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അന്വേഷണം നമ്മൾ ചെയ്തേ തീരും. 2-ാം അധ്യായത്തിലുള്ള ആ 11-ാം ശ്ലോകം തൊട്ടിട്ടുള്ള ഉപദേശ ഭാഗം വരുന്നുണ്ട്. 25 അല്ലെങ്കിൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ, 25 പറയാം. ആ ശ്ലോകങ്ങളുടെ അർത്ഥം പിടികിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അന്വേഷണം ഈ വിധത്തിൽ ദേഹ സാക്ഷിയായിട്ടുള്ള, അവസ്ഥാത്രയ സാക്ഷിയായിട്ടുള്ള ആ ഒരു പൊരുളിലേക്ക് നമ്മളുടെ അന്വേഷണ ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം തിരിയുമ്പോഴാണ് നമുക്ക് ആ അല്ലെങ്കിൽ ആ അന്വേഷണം അങ്ങനെ തിരിയണം, അപ്പോഴാണ് ആ ശാസ്ത്ര സഫലമാവുന്നത്. പക്ഷെ അങ്ങനെ തിരിയണം എന്നുണ്ടെങ്കിൽ ചിത്തശുദ്ധി അപേക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കർമ്മയോഗത്തെ ഉപദേശിക്കും. പിന്നെ കർമ്മയോഗത്തെ ഉപദേശിച്ച് ഭഗവാൻ ഉപസംഹരിക്കാൻ നോക്കുമ്പോൾ അർജുനൻ വീണ്ടും സംശയം ചോദിക്കും. ഈ ഒരു കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി ആർജിച്ച് തത്വജ്ഞാനത്തിലേക്ക് ഉയർന്ന ഒരു മഹാപുരുഷന്റെ ലക്ഷണം എന്താണ്? സ്ഥിതപ്രജ്ഞനായിരിക്കുന്ന, ആത്മാവിൽ പ്രജ്ഞാസ്ഥൈര്യം നേടിയിട്ടുള്ള മഹാപുരുഷന്റെ ലക്ഷണം എന്താണെന്ന് ചോദിക്കും. അതിന് മറുപടിയായിട്ടാണ് പിന്നെ സ്ഥിതപ്രജ്ഞ ലക്ഷണം ഭഗവാൻ ഉപദേശിക്കുന്നത്. ജീവൻ മുക്തന്റെ ലക്ഷണമാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം. അത് കഴിഞ്ഞ് വീണ്ടും 3-ാം അധ്യായത്തിൽ അർജുനന്റെ സംശയം, ആ സംശയം അതിലേക്ക് പോകുന്നില്ല. അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു. വീണ്ടും കർമ്മയോഗത്തെ ഭഗവാൻ ഒന്നും കൂടി വിശാലമായിട്ടുള്ള ഒരു തലത്തിൽ അപഗ്രഥിച്ച് അതിനുശേഷം ആത്മജ്ഞാനത്തിന്റെ മഹിമയെ തന്നെ വീണ്ടും പറയും. അതിന് തടസ്സമായിട്ട്, ആത്മജ്ഞാനത്തിനും ചിത്ത ഏകാഗ്രതയ്ക്കും തടസ്സമായിട്ട് നമുക്ക് നിൽക്കുന്നത് ധർമ്മമാർഗത്തിൽ, ചിത്ത ഏകാഗ്രതയ്ക്ക് ഏറ്റവും പ്രധാനമാണ് ധർമാചരണം എന്നുള്ളത്. ധർമാചരണമില്ലാത്ത ഒരാൾക്ക് ചിത്ത ഏകാഗ്രത, ചിത്തത്തിന്റെ ആ ഒരു നൈർമല്യമോ ഏകാഗ്രതയോ നേടാൻ പറ്റില്ല. അപ്പൊ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ശത്രുക്കളെ പരിചയപ്പെടുത്തി തരും. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ എന്ന് പറഞ്ഞിട്ട് ശത്രുക്കളെ പരിചയപ്പെടുത്തി തരും. അങ്ങനെ 3-ാം അധ്യായം ഉപസംഹരിച്ച് 4-ാം അധ്യായത്തിൽ വീണ്ടും അർജുനന്റെ സംശയം വരും. ഭഗവാൻ ഉപസംഹരിക്കാൻ തുടങ്ങുകയാണ് 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും. പക്ഷേ അപ്പൊ അവിടുന്ന് അർജുനൻ വീണ്ടും സംശയം ചോദിക്കും. അല്ലയോ ഭഗവാനെ, അങ്ങ് ഇപ്പൊ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ആളല്ലേ, പക്ഷെ അങ്ങ് പണ്ട് വിവസ്വാൻ ഉപദേശിച്ചു എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അവതാര തത്വത്തെ ഉപദേശിച്ച് വീണ്ടും ആ ഒരു ആത്മജ്ഞാനത്തിനെ കുറിച്ചിട്ടുള്ള, ആത്മജ്ഞാനത്തിലേക്ക് ഉയരാനുള്ള വിവിധ സാധനകളെ കുറിച്ചും എന്താണ് ആത്മജ്ഞാനത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം എന്നുള്ളതിനെ കുറിച്ചും അതിവിസ്തൃതമായിട്ട് ഉപദേശിക്കുക. ആത്മജ്ഞാനിയുടെ തലങ്ങളെ കുറിച്ചിട്ട് ഉപദേശിക്കും. കർമ്മണ്യ കർമ്മയഃ പശ്യേത കർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത് എന്ന ഒരു ആത്മജ്ഞാനിയുടെ അകർമ്മണ്യതയെ, ആ ഒരു കർമ്മ നിരപേക്ഷമായിട്ടുള്ള കർത്തൃത്വ ഭാവമില്ലാത്ത ആ ഒരു സ്വരൂപത്തെയൊക്കെ ഭഗവാൻ ഉപദേശിക്കും 4-ാം അധ്യായത്തിൽ. അപ്പൊ അവിടെയൊക്കെ ഈ ഉപദേശത്തിന്റെ ഒരു പിന്തുടർച്ചയെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ഒരു ആത്മജ്ഞാനത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുക എന്നുള്ളതിനെ വിവിധ
സാധനകൾ, അതിനുള്ള വിവിധ സാധനകൾ, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഒക്കെ നിയന്ത്രണം നേടുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ളതാണ്, പ്രാഥമികമായിട്ടുള്ളതാണ്. നമുക്കറിയാം ശാസ്ത്രത്തിന് ആരാണ് അധികാരി എന്നുള്ളത്. സാധനാ ചതുഷ്ടയ സമ്പന്നനാണ് അധികാരി എന്ന് പറയും. അപ്പോൾ വിവേകം, വൈരാഗ്യം, ശമാധികൾ, മുമുക്ഷുത്വം എന്നീ ഗുണങ്ങളുള്ള ആളാണ് ശാസ്ത്രത്തിന് അധികാരി. അപ്പം ആ ഗുണങ്ങളെ പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഉപദേശിക്കും. പിന്നെ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും അർജുനന് സംശയം തോന്നും. അർജുനന്റെ സംശയം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. ഞാൻ കർമ്മം ചെയ്യണോ അതോ കർമ്മം ചെയ്യാതിരിക്കുന്നതാണോ നല്ലത് എന്നുള്ള അർജുനന്റെ സംശയം. തനിക്ക് കർമ്മമായിട്ട്, സ്വധർമ്മമായിട്ട് വന്നു ചേർന്നിട്ടുള്ളത് ഘോരമായിട്ടുള്ള യുദ്ധമാണ്. ഈ യുദ്ധം ഞാൻ അനുഷ്ഠിക്കുന്നതാണോ എനിക്ക് ശ്രേയസ്കരം, അതോ ഇത് ഉപേക്ഷിക്കുന്നതാണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്? ഇതാണ് അർജുനന്റെ പ്രശ്നം. അർജുനന് ഇവിടെ കർമ്മം ചെയ്യാനുള്ള വിമുഖത എന്നുള്ളത് ഒരു വിധത്തിലുള്ള സമ്മൂഢതയാണ്. കാരണം എൻ്റെ സ്വന്തക്കാരാണല്ലോ ഒരു പക്ഷത്ത് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു മമത്വമാണ് അർജുനന്റെ സമ്മൂഢതയ്ക്ക് കാരണമായിട്ടുള്ളത്. ആ മമത്വത്തെ നീക്കിയാലേ അർജുനൻ സ്വബോധം വീണ്ടെടുത്തിട്ട് തൻ്റെ പ്രവൃത്തിയിൽ വ്യാപരിക്കൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഭഗവാൻ ആ വ്യാമോഹം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശത്തെ അർജുനന് നൽകുന്നത്. ശരി, ഏതായാലും 5-ാം അധ്യായത്തിൽ വീണ്ടും അർജുനന്റെ സംശയം എന്താണ്, തനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരണം. അവിടെ വീണ്ടും ഭഗവാൻ ഉപദേശിക്കും. തത്വജ്ഞാനിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലുള്ള കർമ്മങ്ങളും അയാൾക്കില്ല. അയാൾ കർമ്മത്തിനുപരിയാണ്. പക്ഷെ ആ ഒരു തലത്തിലേക്ക് ഉയരാത്തവരെല്ലാവരും തന്നെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കണം എന്നുള്ള ഉപദേശത്തെ ഭഗവാൻ നൽകും. അങ്ങനെ 5-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം എന്നുള്ള കർമ്മസന്യാസയോഗം എന്നുള്ള 5-ാം അധ്യായം ഉപസംഹരിച്ച് 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 6-ാം അധ്യായത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ധ്യാന ക്രമത്തെയാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ധ്യാനക്രമത്തെ ഉപദേശിക്കുന്നത് എന്നാണെങ്കിൽ, ശ്രവണ മനന നിധിധ്യാസനങ്ങളാകുന്ന സാധനങ്ങളെ നേരത്തെ പറഞ്ഞു. ആത്മജ്ഞാനത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രവണ മനന നിധിധ്യാസനങ്ങളാകുന്ന സാധനങ്ങൾ. അതിൽ ശ്രവണം, മനനം എന്നുള്ള ആ ഒരു ഘട്ടങ്ങളെ കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് നിധിധ്യാസനം എന്നുള്ളതാണ്. എന്താണ് ശ്രവണം? ശ്രവണം ശാസ്ത്രവാക്യങ്ങളെ ശ്രവിക്കുന്നതാണ്. ശാസ്ത്രവാക്യങ്ങൾ ബോധിപ്പിക്കുന്ന തത്വത്തെ ശ്രവിക്കുന്നു. നീ പരിമിതമായിട്ടുള്ള ജീവനല്ല, അനന്തമായിട്ടുള്ള ഈശ്വര സ്വരൂപമാണ് നിൻ്റെത് എന്ന് ശാസ്ത്രം ബോധിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ശ്രവണം ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രത്താൽ പറയപ്പെടുന്ന തത്വം ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത്രേ ശ്രവണം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ശ്രവണ മാത്രത്തിൽ തന്നെ നമ്മൾ വിജ്ഞാനികളായിട്ട് തീരുന്ന ശാസ്ത്രം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് സാധിച്ചിരിക്കണം. ശ്രവണം പൂർണ്ണമായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെന്താണ്? ശാസ്ത്രത്താൽ പറയപ്പെടുന്നത് ഇന്നതാണ്. ശാസ്ത്രം നീ ഈശ്വരന്റെ അംശമാണ് എന്നോ ഒന്നും അല്ല പറയുന്നത്, മറിച്ച് നീ ഈശ്വര സ്വരൂപം തന്നെയാണ്. അത് ബോധിക്കായികയാണ് നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ഇതാണ് ശ്രവണം കൊണ്ട് സാധിക്കേണ്ടത് എന്ന് പറയും. അടുത്തതായിട്ട് മനനം വരണോ? മനനത്തിൽ എന്താണ് നമുക്ക് സാധിക്കേണ്ടത്? ശ്രവണം ചെയ്തിട്ട് ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലായാൽ തന്നെയും അന്യമായിട്ടുള്ള മറ്റ് ആശയങ്ങളൊക്കെ ലോകത്തിൽ നിന്നും നമ്മൾ കേൾക്കാൻ ഇടവരുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയിൽ സ്വയമേവ തന്നെയും പല സംശയങ്ങളും ഈ വിഷയത്തെ കുറിച്ചിട്ടുണ്ടാകും. അതെങ്ങനെയാണ് ഞാൻ ഈശ്വരനാവുക, എങ്ങനെയാണ് ഞാൻ പൂർണ്ണസ്വരൂപനാണെന്ന് പറയാൻ പറ്റുക? എൻ്റെ അനുഭവം അതല്ലല്ലോ. ഈ വിധത്തിലുള്ള നാനാ സംശയങ്ങൾ നമുക്കുണ്ടാവും. ആ സംശയങ്ങളൊക്കെ യുക്തിപരമായിട്ട് ശാസ്ത്രയുക്തി ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ ഈ ചിന്ത ശരിയല്ല എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന പ്രക്രിയക്കാണ് മനനം എന്ന് പറയുന്നത്. മനനം എന്ന് പറഞ്ഞാൽ കേട്ടതിനെ കുറിച്ച് മനനം ചെയ്യാണെന്ന് പറയും.
പക്ഷെ ആ മനനത്തിന്റെ പ്രക്രിയ എന്താ ചോദിച്ചാൽ അന്യമായിട്ട്, ഈ ഒരു ശാസ്ത്രം ബോധിപ്പിക്കുന്ന അറിവിന് അന്യമായിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്തകൾ, ഒരു നാനാവിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവാം. ഇനി നമുക്കില്ലാത്ത ചിന്തകൾ മറ്റ് ദാർശനികരൊക്കെ നമുക്ക് തന്നു എന്ന് വരാം. അതൊക്കെ ശരിയാണ് എന്നുള്ള തോന്നലുകൾ പലപ്പോഴും നമുക്ക് ഉണ്ടായി എന്ന് വരാം. എന്തുകൊണ്ട് അതൊന്നും ശരിയല്ല എന്നുള്ളത് യുക്തി ഉപയോഗിച്ചിട്ട്, വെറുതെ വിശ്വസിച്ച പോരാ, പിന്നെ എന്താണ്, യുക്തി ഉപയോഗിച്ചിട്ട് അതിനെ ഖണ്ഡിച്ച് ബുദ്ധിയെ കാടുപടലങ്ങളൊക്കെ നീക്കി ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രക്രിയ. യുക്തിപരമായിട്ടും നമുക്ക് ദാർഢ്യം വരണം. എന്തിൽ ദാർഢ്യം വരണം? ശാസ്ത്രം ബോധിപ്പിച്ചതാണ് ശരി എന്നുള്ള ദാർഢ്യം നമുക്ക് വരണം. അതാണ് മനനം കൊണ്ട് സാധിക്കുന്നത്. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ടാണ് നിതിധ്യാസനം പറയുന്നത്. നിതിധ്യാസനം എന്നുള്ളത് വിപരീത ഭാവനയെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. വിപരീത ഭാവന പറഞ്ഞാൽ ശാസ്ത്രം ബോധിപ്പിച്ചതൊക്കെ സത്യം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എന്നാലും എൻ്റെ അനുഭവത്തിൽ അത് പ്രകാശിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? എന്നിൽ പലതരത്തിലുള്ള വിപരീതമായിട്ടുള്ള ഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനെ നീക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വീണ്ടും ശമദമങ്ങളിലേക്കാണ് നമ്മൾ പോവുക, സാധനാ സമ്പത്തിയിലേക്കാണ് പോവുക. വിവേകത്തെ ദൃഢപ്പെടുത്തുക, വൈരാഗ്യത്തെ ശക്തിപ്പെടുത്തുക, ശമദമാദികളെ പൂർണ്ണമായിട്ട് എവിടേക്കാണോ ന്യൂനത ഉള്ളത് ആ ന്യൂനതകളെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അതിലേറ്റവും പ്രധാനമാണ് മനസ്സിൻ്റെ ആ ഒരു ഏകാഗ്രതയെ. എവിടെയുള്ള ഏകാഗ്രത എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും പല വിധത്തിലുള്ള ഏകാഗ്രതകൾ പല പരിശീലനങ്ങളെ കൊണ്ടും സഹജമായിട്ടും ഒക്കെ നേടാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? പലരും പല വിഷയത്തിലും വളരെ ഏകാഗ്ര മനസ്ഥിതിയുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ എവിടെയാണ് നമുക്ക് ഏകാഗ്രത വേണ്ടത്? വേദാന്ത വിജ്ഞാനം അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രശ്രവണം കൊണ്ടുണ്ടായിട്ടുള്ള ജ്ഞാനം നമ്മൾ ദൃഢമായിട്ട് തീരണം എന്നുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് ഈ ഒരു നിഷ്ഠ കൈവരേണ്ടത്? അല്ലെങ്കിൽ എവിടെയാണ് നമ്മളുടെ മനസ്സ് ഏകാഗ്രമാവേണ്ടത്? അപ്പൊ പറയും ആത്മസ്വരൂപത്തിൽ, ആത്മതത്വത്തിൽ, അന്യമായിട്ടുള്ള സംശയങ്ങളൊന്നും ഇല്ലാതെ ആത്മാ അഖണ്ഡൈക സ്വരൂപമാണെന്നുള്ള അറിവിൽ നമ്മുടെ ബുദ്ധി പ്രതിഷ്ഠിതമായിട്ട് തീരണം. പ്രാഥമിക തലത്തിൽ ചിത്തത്തെ ഏകാഗ്രപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ, കർമ്മയോഗം ഏറ്റവും പ്രാഥമികമായിട്ട് വരും. അത് കഴിഞ്ഞാൽ ഉപാസനയാണ് ഉപായമായിട്ട് പറയുക. എന്താണ് ഉപാസനയിൽ ചെയ്യണത്? ഏതെങ്കിലും ഒരു ആലംബത്തെ സ്വീകരിച്ചിട്ട് അതിൽ നിരന്തരമായിട്ടുള്ള പ്രത്യയത്തെ, അവിഛിന്നമായിട്ടുള്ള പ്രത്യയത്തെ നേടിയെടുത്ത് ആ വിധത്തിൽ. അപ്പോൾ ഉപാസന എന്നുള്ള വിഷയം വ്യാഖ്യാനിക്കുന്ന സമയത്ത് ശങ്കരാചാര്യ സ്വാമികൾ പറയും, ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപാസനം നാമ യഥാശാസ്ത്രം ഉപാസ്യസ്യ അർത്ഥസ്യ വിഷയീകരണേന സാമീപ്യം ഉപഗമ്യ തൈലധാരാവത് സമാന പ്രത്യയ പ്രവാഹേണ ദീർഘകാലം യത് ആസനം തത് ഉപാസനം എന്നാണ് പറയുക. ഇതാണ് പ്രാഥമിക തലത്തിലുള്ള ധ്യാനവും. രണ്ടും രണ്ട് വാക്കാണെന്നേ ഉള്ളൂ, രണ്ടിൻ്റെയും അർത്ഥം താല്പര്യം ഒന്ന് തന്നെയാണ്. എന്താണ്? ശാസ്ത്രത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു വിഷയത്തെ സ്വീകരിക്കുക. യഥാശാസ്ത്രം ഉപാസ്യസ്യ അർത്ഥസ്യ. അത് നമുക്ക് നമ്മുടെ സംസ്കൃതിയിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടദേവതയുടെ ആലംബത്തെ സ്വീകരിക്കാം. രൂപം എന്ന് പറയുന്നില്ല, രൂപം തന്നെ ആയിക്കോണമെന്നില്ല, അതുകൊണ്ടാണ് രൂപം എന്ന് പറയാത്തത്. പിന്നെ വേദങ്ങളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഉപാസനകൾ ശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രചാരത്തിലുള്ളത് ഏതെങ്കിലും പ്രകാരത്തിൽപ്പെട്ടിട്ടുള്ള ദേവതാ ഉപാസനകളാണ്. ആ ദേവതാ ഉപാസനകളെ അനുഷ്ഠിക്കുക. അതിൽ തന്നെ നമുക്ക് ചിത്ത ഏകാഗ്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് യോഗ സാധനകളുടെ സഹായവും സ്വീകരിക്കാവുന്നതാണ്. പ്രാണായാമം തുടങ്ങിയിട്ടുള്ള സാധനകളുടെ സഹായം സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ സ്വീകരിച്ചിട്ട് ചിത്ത ഏകാഗ്രതയെ നേടിയെടുക്കുക. ചിലർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് യോഗ സാധനയുടെ ഒരു പ്രയോജനമായിട്ട് പറയണത് എന്നുള്ളതാണ്. പക്ഷെ യോഗ സാധനയിൽ ലക്ഷ്യം ഒന്ന് വ്യത്യസ്തമാണ്.
എന്താന്ന് വെച്ചാൽ അവിടെ ചിത്തവൃത്തി നിരോധമാണ് ലക്ഷ്യമായിട്ട് പറയുന്നത്. ഏതെങ്കിലും ഒന്ന് ചിത്തത്തെ ഏകാഗ്രപ്പെടുത്തുക എന്നുള്ളതല്ല അവർ പറയണത്, മറിച്ച് ചിത്തവൃത്തികളെ തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് യോഗ സാധനയിൽ പറയുക. ചിത്തവൃത്തി നിരോധ എന്നാണ് പറയണത്. അത് ചെറിയ വ്യത്യാസം അതിൻ്റെ പ്രക്രിയയിലുണ്ട്. തഥാ ദ്രഷ്ടുസ്വരൂപ അവസ്ഥാനം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് വേദാന്ത ശാസ്ത്രവുമായിട്ട് യോജിച്ച് നിൽക്കുന്നതാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉള്ളത് എന്താന്ന് വെച്ചാൽ അവിടെ വൃത്തി നിരോധത്തെയാണ് പറയുക. നമ്മൾ പ്രാഥമിക തലത്തിൽ പറയുമ്പോൾ വൃത്തി നിരോധ അല്ല നമ്മൾ പറയണത്. പ്രാഥമിക തലത്തിലുള്ള ധ്യാനം അല്ലെങ്കിൽ ഉപാസന എന്ന് പറഞ്ഞാൽ അവിടെ ഏകാഗ്രവൃത്തി, അന്യപ്രത്യയ അനന്തരിതമായിട്ടുള്ള വൃത്തി എന്നൊക്കെ പറയും. അതാണ് തൈലധാര പോലെ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സാധാരണ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് ഒരു ധ്യേയത്തെ സ്വീകരിച്ചിരുന്നാൽ നമ്മുടെ മനസ്സ് എങ്ങനെയാ പ്രവർത്തിക്കുക? മനസ്സ് ഓരോരുത്തരുടെയും മനസ്ഥിതി അനുസരിച്ചിട്ട് പ്രവർത്തിക്കും. ചിലരുടെ മനസ്സ് യോഗശാസ്ത്രത്തിൽ പറയും, അതിനൊക്കെ നമുക്ക് യോഗശാസ്ത്രത്തെ സ്വീകരിക്കാം കേട്ടോ. മനസ്സിന് പല തലങ്ങളുണ്ട്, പല വിധത്തിൽ ക്രമീകരിച്ചിട്ട് വിഭജിച്ചു പറഞ്ഞു തരും. ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം എന്നുള്ള അവസ്ഥകൾ മനസ്സിന് ഉണ്ട് എന്ന് പറയും. അതിൽ ക്ഷിപ്തം എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ, നമ്മുടെ മനസ്സ് ക്ഷിപ്തം എന്ന് പറഞ്ഞ ഭൂമികയിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങേയറ്റം കലങ്ങി മറിഞ്ഞിട്ടുള്ള അവസ്ഥയായിരിക്കും മനസ്സിനുണ്ടാവുക എന്ന് പറയാം. ഏറ്റവും കലങ്ങി മറിഞ്ഞിട്ടുള്ള അവസ്ഥ, അവിടെ ഒരു തെളിച്ചവും ഇല്ലാതെ ഒരു ചിത്തത്തെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏകാഗ്രമാക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത ചിത്തവൃത്തി യോഗശാസ്ത്രം അനുസരിച്ച് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധമാണ് സാധിക്കേണ്ടത്. പക്ഷെ അവിടെ ചിത്തവൃത്തി നിരോധത്തിന് ഒരു സാധ്യതയില്ല. വൃത്തിപ്രവാഹം, അതിന് ക്രമികതയും ഇല്ല. ഒരു ക്രമികതയും ഇല്ലാത്ത വൃത്തികൾ, അതാണ് ക്ഷിപ്തം. അവിടെ ഏകാഗ്രപ്പെടുത്താനുള്ള ഒരു സാധ്യത പോലും അവിടെ ഇല്ല. അഥവാ സമാധിയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായമായിട്ടാണ് ഈ വിഷയത്തെയൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് സമാധി അപ്രാപ്തമാണ് എന്ന് പറയും. ക്ഷിപ്തം എന്നുള്ള ഒരു തലത്തിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സമാധി സാധ്യാവില്ല. അടുത്ത ഘട്ടം എന്താണ്? മൂഢം എന്നുള്ളതാണ്. മൂഢം എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് താമസികമായിട്ടുള്ള ഭാവവും കൂടി വന്നിട്ട് ഉള്ള ഒരവസ്ഥയാണ് മൂഢം എന്ന് പറയുന്നത്. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കലക്കം മാറുന്നുണ്ട്, എന്നാലും അതിനൊരു ഏകാഗ്രത ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അടുത്തത് വിക്ഷിപ്തമാണ്. വിക്ഷിപ്തം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ കുറച്ചു നേരം ഏകാഗ്രമാക്കിയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ചിത്തം പ്രസന്നമാവും. പരിശ്രമിച്ച് ആ പ്രസന്നതയെ കൂട്ടാൻ സാധിക്കും. പക്ഷെ ശ്രദ്ധിക്കണില്ല എന്ന് വെച്ചാൽ വീണ്ടും പഴയ പഠിക്കാവും. ഇതാണ് വിക്ഷിപ്തം. അപ്പൊ ഈ 3 ഭൂമികയിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് യോഗം അല്ലെങ്കിൽ സമാധി അപ്രാപ്യമാണ് എന്നാ പറയുക. മൂഢം, ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം. അടുത്ത ഘട്ടമാണ് ഏകാഗ്രം എന്നുള്ള ഭൂമിക. ഏകാഗ്രം എന്ന ഭൂമിക അത് ചിത്തത്തെ ഏതെങ്കിലും ഒരു ആലംബത്തിൽ ഒരു നിശ്ചിത സമയമെങ്കിലും, ഒരു നിമിഷമൊക്കെ ഏകാഗ്രമാക്കാൻ ആർക്ക് സാധിക്കും. പക്ഷെ അത് പോരാ, ഒരു നിശ്ചിത സമയമെങ്കിലും ഏകാഗ്രമാക്കി നമുക്ക് വെക്കാൻ സാധിക്കുമ്പോൾ അതാണ് എന്ത് പറയാ, ഏകാഗ്രം എന്നുള്ള ഭൂമിക പറയും. അടുത്തതായിട്ട് നിരുദ്ധം എന്നുള്ള അവസ്ഥ. യോഗശാസ്ത്രത്തിനനുസരിച്ച് പറഞ്ഞാൽ എന്താണ് നിരുദ്ധം? സർവവൃത്തികളും നിരോധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നിരുദ്ധം എന്നുള്ളത്. പക്ഷെ വേദാന്ത ശാസ്ത്രത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും വേദാന്ത ശാസ്ത്രത്തിൽ ഒരു വ്യത്യാസമുള്ളത് എന്താന്ന് വെച്ചാൽ അന്യപ്രത്യയങ്ങളൊക്കെ നിരോധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ നിരുദ്ധാവസ്ഥ. പിന്നെ ഇവിടെ എന്ത് പ്രത്യയമുണ്ട്? അന്യപ്രത്യയങ്ങൾ എന്തിനാ പറഞ്ഞതെന്നാണെങ്കിൽ ഇവിടെ ആത്മാകാര വൃത്തിയുണ്ട്. ആ ആത്മാകാര വൃത്തി മാത്രമായിട്ട് ചിത്തം പ്രകാശിക്കുന്ന ആ ഒരവസ്ഥയാണ് നിരുദ്ധാവസ്ഥയായിട്ട് ഇവിടെ വേദാന്ത ശാസ്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്യപ്രത്യയങ്ങൾ മുഴുവനും നിരോധിക്കപ്പെട്ടു, ചിത്തം പലതായിട്ട് പരിണമിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പൊ ഒരു വൃത്തിയുണ്ട്. എന്താണ് ആ വൃത്തി? ആത്മപ്രത്യയം. ഇപ്പോഴും നമുക്ക് ആത്മപ്രത്യയം ഉണ്ടല്ലോ. ഞാൻ എന്നുള്ള പ്രത്യയം ഇപ്പോഴും ഉണ്ട്. ഞാനെന്നുള്ള അറിവില്ലാത്തവരാണോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും? ഞാനെന്നുള്ള അറിവില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയാൽ നമുക്കാളെ കാണാനുള്ള, അല്ലെ? അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ ഞാനെന്നുള്ള അറിവില്ലാത്ത ആരെങ്കിലും? ഇപ്പൊ ആരുമില്ല.
ആരെങ്കിലും ഒന്ന് പറയൂ, ആരാണ് നിങ്ങൾ? ആരാണ്? ഇവിടെ ആരോടെങ്കിലും ചോദിക്കാം. ബാക്കിലിരിക്കുന്നവർക്ക് കേൾക്കില്ല, എന്നാലും ചോദിക്കട്ടെ. ആരാന്നൊന്ന് പറയൂ, പരിചയപ്പെടുത്തൂ. ഇവിടെ ഈ അമ്മ ഒന്ന് പരിചയപ്പെടുത്തു. ആ, വെറുതെ പറഞ്ഞാൽ മതി, ഉറക്കെ പറഞ്ഞോളൂ. ആ, ശ്രീകല. ആ, പരിചയപ്പെടുത്തിക്കോളൂ. എന്താണ് ഒരു സെക്കൻഡ്, ഒരു കുറച്ച് സമയം കൊണ്ട് പരിചയപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ പരിചയപ്പെടുത്തൂ. ശ്രീകല ഉള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഉള്ളിയേരിക്കടുത്താണ് ഉള്ളൂര്, അവിടെ നിന്നാണ് വരുന്നത്. ഇരിക്കൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ, ഇതും തെറ്റായ ഒരു പരിചയപ്പെടുത്തലല്ല, ഇത് ആവശ്യമാണ്. പക്ഷേ വേദാന്ത ശാസ്ത്രം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇത് ഇങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊന്നും വിചാരിക്കരുത്. അപ്പം ഈ വിധത്തിലാണ് നമ്മളിപ്പം മനസ്സിലാക്കി വെക്കുന്നത്. എങ്ങനെയാണ് നമ്മളെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, പേര് ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അത് അച്ഛനമ്മമാരുമായിട്ട് ബന്ധപ്പെടും അല്ലേ? കാരണം ജന്മത്തിനെ അപേക്ഷിച്ചിട്ടാണല്ലോ പേര് വരുന്നത്. അതായത് ജനിച്ച ശേഷമാണല്ലോ നമുക്ക് പേര് വരുന്നത്. അപ്പം അച്ഛനമ്മമാരുമായിട്ടുള്ള ബന്ധം, പിന്നെ സ്ഥലം, ഇന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്നുള്ള അറിവ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷെ വേദാന്ത ശാസ്ത്രം എന്താ പറയുന്നത്? ആ അറിവ് തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ എന്താ പറയുന്നത്, അത് പൂർണ്ണമായിട്ട് ശരിയല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഡീഷണൽസ് ആണ്. എന്താ പറയാ, ഇതൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞതൊക്കെ ഞാനെന്നുള്ള അറിവിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഒഴിവാക്കിയാലും ഞാനുണ്ട്, ഞാനില്ലാതെ ആവണില്ല. ശരീരവുമായിട്ടുള്ള സംബന്ധം പോലും എൻ്റെ അറിവിൽ നിന്നും എനിക്ക് നീക്കി വെക്കാൻ പറ്റുന്നതാണ്. അത് നീങ്ങുന്നുണ്ട് സ്വാഭാവികമായിട്ട്. തിരിച്ചറിയാൻ ചിലപ്പോൾ നമ്മൾ മെനക്കെടാറില്ല. സ്വപ്നത്തിലേക്ക് കടക്കുമ്പോൾ അത് നീങ്ങിപ്പോകുന്നുണ്ട്. സുഷുപ്തിയിലേക്ക് കടക്കുമ്പോൾ മനസ്സുമായിട്ടുള്ള ബന്ധം പോലും നീങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ മനസ്സിന്റെ അവസ്ഥ പോലും ഞാനെന്നുള്ള അറിവിൽ ഉള്ളതല്ല. ഇതൊക്കെ വലിയ തിരിച്ചറിവാണ് കേട്ടോ. വലിയ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്ന അറിവുകളാണ്. ഞാൻ സുഖിയാണല്ലോ, ദുഃഖിയാണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ, ഇതൊക്കെ മനസ്സിന്റെ തലത്തിലുള്ളത്. അതുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെട്ടിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതാരുടെയും ദോഷമൊന്നുമല്ല. ആർക്കും അതുകൊണ്ടുള്ള മോശമൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയാണ്. പക്ഷേ അതിന് അപ്പുറത്തേക്കൊരു തലത്തിലേക്ക് നമുക്ക് ബുദ്ധിയെ ഉയർത്താൻ സാധിക്കും. നമ്മുടെ അറിവിനെ, നമ്മളെ കുറിച്ചിട്ടുള്ള അറിവിനെ അവിടുന്ന് ഒരു പടി നമുക്ക് ഉയർത്താൻ സാധിക്കും. എങ്ങോട്ടാ ഉയർത്തേണ്ടത്? വേറെ എങ്ങോട്ടല്ല, നമ്മിലേക്ക് തന്നെ, ആ ഞാൻ എന്നുള്ള കേവല ബോധത്തിലേക്ക് നമുക്ക് ഉയർത്താൻ സാധിക്കും. അതിനുള്ള സാധന എന്ത് ചെയ്യാം? സാക്ഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ദിവസവും കുറച്ച് സമയം പരിശീലിക്കുക. അതാണ് ഏറ്റവും നല്ല വഴി. വെറുതെ ഇരിക്കാൻ പഠിക്കുക. എന്താ ചെയ്യേണ്ടത്? കുറച്ചു നേരം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ ശീലിക്കുക. വെറുതെ ഇരിക്കുക. മനസ്സിൽ വരുന്ന ചിന്തകളെയൊക്കെ വഴിയാത്രക്കാരായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക. കുറെ കഴിയുമ്പോൾ കാണുന്ന തന്നിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ, അല്ലെ? ഇതൊക്കെ കാഴ്ചകളാണ്. ഇതിനെയൊക്കെ കേവലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ആ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനയോഗം ഉപദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്ത വരികളിലൊക്കെ അത്യന്തം മറ്റ് ശാസ്ത്രങ്ങളിലൊന്നും കാണാത്ത വിധത്തിൽ ഭഗവാൻ പ്രായോഗികമായിട്ടുള്ള ഉപദേശങ്ങളെ നമുക്ക് ഈ 6-ാം അധ്യായത്തിൽ തരുന്നുണ്ട്. ഏതായാലും ഇപ്പം എന്താ പറഞ്ഞു വന്നത്? ഞാൻ എന്നുള്ള നമ്മുടെ ഇപ്പോഴത്തെ അറിവിൽ ഒരുപാട് കലർപ്പുകളുണ്ട്. ആ കലർപ്പുകളെ നീക്കിയിട്ട് എങ്ങനെയാ നീക്കാൻ പറ്റുക? എന്നാ ഞാൻ കലർപ്പിനെയൊക്കെ നീക്കാം. അതിനെന്ത് മരുന്നാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് പ്രക്രിയയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദ്യമായി. അപ്പൊ എന്താ ശാസ്ത്രം പറയണത്? എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാതിരിക്കാൻ ശീലിക്കുക. ഒന്നും ചെയ്യാതിരിക്കാൻ പഠിക്കുക. എന്താ പ്രശ്നം? എന്തെങ്കിലും ചെയ്തേ തീരൂ എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ആ ഒരു നമ്മുടെ സഹജമായിട്ടുള്ള ഭാവം എന്ന് പറഞ്ഞാൽ സമാധി ഭാവമാണ്, സ്വരൂപ ഭാവമാണ് സഹജമായിട്ടുള്ളത്. ആ സഹജഭാവത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റണം. ഇപ്പോൾ അന്യഭാവങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്.
അതിൽ നിന്നും സഹജഭാവത്തിലേക്ക് തിരിച്ചു വരണം. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, യോഗശാസ്ത്രത്തിൽ സമാധി എന്ന് പറയുന്ന സമയത്ത് അവിടെ ചിത്തവൃത്തി നിരോധമാണ് പറയപ്പെടുന്നത്. പക്ഷെ അതേ വാക്ക് ഭഗവാൻ ഇവിടെ സ്വീകരിച്ചിട്ട് ഉപദേശിക്കും. ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്, അതും ഇതും ഒന്നാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ആത്മാകാര വൃത്തിയെ ദൃഢപ്പെടുത്തി ആത്മാകാര വൃത്തിയുടെ നൈരന്തര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രക്രിയ. അതിന് നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ക്ഷിപ്തവും മൂഢവും വിക്ഷിപ്തവുമായിട്ടുള്ള ചിത്തത്തിൻ്റെ തലങ്ങളെ അതിക്രമിച്ച് ഏകാഗ്രം നിരുദ്ധ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അങ്ങനെ നിരുദ്ധാവസ്ഥയെ പ്രാപിച്ചിട്ടുള്ള ഒരു യോഗിയുടെ സഹജസ്ഥിതിയെയും അദ്ദേഹത്തിൻ്റെ അനുഭവത്തെയും, അഥവാ അദ്ദേഹം ഏത് തലത്തിലാണ് നിലകൊള്ളുന്നത് എന്നുള്ളതിനെ കുറിച്ചും, അഥവാ അങ്ങനെ ഒരു യോഗിയായാൽ നമുക്ക് എന്താ പ്രയോജനം എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ, നമുക്കിവിടെ ചിന്തിക്കാനുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 20 തൊട്ട് 23 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ നിരുദ്ധ സ്ഥിതിയിലേക്ക് ഉയർന്ന ഒരു യോഗിയെ കുറിച്ചിട്ടാണ് പ്രസ്താവിക്കുന്നത്. നിരുദ്ധ സ്ഥിതി പറയുമ്പോൾ എന്താണ്? ആത്മാകാരമായിട്ടുള്ള ആ ഒരു ചിത്തവൃത്തിയെ കൈവരിച്ചിട്ടുള്ള ഒരാൾ. അന്യവൃത്തിയെ നിരോധിച്ചാന്ന് പറയാം, അന്യവൃത്തിയെ നിരോധിച്ചാ പറയണം. വൃത്തിയെ നിരോധിച്ചാന്ന് പറഞ്ഞാൽ ഇത് വളരെ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര പ്രസക്തമായിട്ട് തീരുന്ന വിഷയമായിരിക്കില്ല ഇപ്പോൾ. പക്ഷേ ഈ ഒരു ക്ലാരിറ്റി, ഈ ഒരു വ്യക്തത നമുക്കുള്ളിൽ അവിടെ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക, ഒന്ന് ഏകാഗ്രമാക്കുക, ഒന്ന് ജപത്തിലൊക്കെ ഒരു ഏകാഗ്രത നേടുക, അതുപോലെ തന്നെ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ടൊന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കുക. ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുക പറഞ്ഞാൽ ധർമ്മ തലത്തിൽ നിന്നും വിട്ടുപോവാതെ, അതുപോലെ തന്നെ മനസ്സിൻ്റെ ആ ഒരു സമതയെ നഷ്ടപ്പെടാത്ത വിധത്തിലൊക്കെ പ്രായോഗികമായിട്ട് എങ്ങനെ നമുക്ക് ലോക ജീവിതത്തിൽ കാര്യങ്ങളെ നേരിടാൻ സാധിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭൂരിഭാഗം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രസക്തമായിട്ടുള്ള കാര്യം. അല്ലാതെ ഈ ടെക്നിക്കലായി വളരെ സാങ്കേതികമായിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ചിട്ടൊന്നും ആരും അത്ര ചിന്തിച്ചോളണമെന്നില്ല. പക്ഷെ എന്നാലും ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഒരു വ്യത്യാസം വളരെ ഒരു സൂക്ഷ്മമായിട്ടുള്ള വ്യത്യാസമാണ്. അത് തിരിച്ചറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ട്. കാരണം ഭഗവാൻ യോഗശാസ്ത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ വാക്കുകൾ തന്നെ ഇവിടെ വേദാന്ത ശാസ്ത്രത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അതേ പ്രക്രിയയൊക്കെ അതെന്നാണെന്ന് നമുക്കങ്ങോട്ട് തോന്നിപ്പോവും. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ശരി, 19ാമത്തെ ശ്ലോകം. യഥാ ദീപോ നിവാതസ്ഥോ നേംഗതേ. എല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലിക്കൂടെ? ചൊല്ലു. യഥാ ദീപോ നിവാതസ്ഥോ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജത യോഗമാത്മനഃ. ഒന്നും കൂടി. യഥാ ദീപോ നിവാതസ്ഥോ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. ഏതുപോലെയാണോ നിവാതസ്ഥമായിരിക്കുന്ന ദീപം, കാറ്റില്ലാത്തിടത്ത് കത്തിച്ചു വെച്ചിട്ടുള്ള ദീപം ഏകധാരയിൽ വർത്തിക്കുന്നത്, നേംഗതേ ഇളകാതെ നിൽക്കുന്നത്. സാ ഉപമാ സ്മൃത. ആ ഉപമയാണ് ഇവിടെ സ്വീകരിക്കപ്പെടുന്നത്. ആരുടെ വിഷയത്തിൽ? യോഗിയുടെ വിഷയത്തിൽ. യോഗത്തിൻ്റെ പരമാവധിയെ പ്രാപിച്ചിട്ടുള്ള ഒരാളുടെ വിഷയത്തിൽ, യോഗനിഷ്ഠ കൈവരിച്ചിട്ടുള്ള ഒരാളുടെ വിഷയത്തിൽ ഇതാണ് ഉപമ. യോഗിനോ യഥചിത്തസ്യ യുഞ്ജതോ യോഗം ആത്മനഃ. ആത്മനഃ യോഗം യുഞ്ജതഃ. ആത്മ സംബന്ധമായിട്ടുള്ള യോഗത്തെ അനുഷ്ഠിക്കുന്ന ആളുടെ ഉപമ ഇതാണ്. യഥചിത്തസ്യ യോഗം യുഞ്ജതഃ സാ ഉപമാ സ്മൃത. ഇതാണ് ഉപമ. അപ്പം ആത്മനഃ യോഗം നോക്കുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. അത് തുടർന്നുള്ള ഭാഗത്ത് വിസ്തരിക്കും.
ഇവിടെ നമുക്ക് 20-ാമത്തെ ശ്ലോകം. ഏവം യോഗാഭ്യാസ ബലാത് ഏകാഗ്രീഭൂതം നിവാത പ്രദീപകൽപ്പം സത് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ശ്ലോകം. അപ്പം നമ്മൾ ചിത്ത ഏകാഗ്രതയ്ക്ക് വേണ്ടി പ്രാഥമിക ഘട്ടത്തിൽ പരിശ്രമിച്ചു. ഒരു പരിധി വരെ ഏകാഗ്രത നേടിയിട്ടുള്ള ചിത്തത്തിൽ നമ്മൾ ശാസ്ത്രശ്രവണം ചെയ്യാൻ ആരംഭിക്കുന്നു. ആ ശാസ്ത്രശ്രവണം ചെയ്യുന്ന മുറയ്ക്ക് നമ്മൾ ബാഹ്യധ്യേയത്തിൽ നിന്നും, ബാഹ്യധ്യേയം പിന്നെയും ഉണ്ടാവാം, അത് നമുക്ക് തുടരാനുള്ള ആ ഒരു ബാഹ്യധ്യേയത്തെ എവിടെ വെക്കണം എന്നുള്ള ഒരു അറിവ് നമുക്ക് ശാസ്ത്രത്തിൽ നിന്നും ലഭിക്കും. എന്നുവെച്ചാൽ വേദാന്ത ശാസ്ത്രത്തിലേക്ക് കടക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഉപാസനയൊക്കെ ഉപേക്ഷിക്കണം എന്നൊന്നുമില്ല. ആ ഉപാസനയെ നമുക്ക് അതിൻ്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെ ആത്മധ്യാനത്തിൽ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കും. കാരണം അതിനെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു അറിവാണ് വേദാന്ത ശാസ്ത്രം നൽകുന്നത്. ഏതായാലും വേദാന്തപരമായിട്ടുള്ള വിചിന്തനത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ശ്രവണം ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനമാകുന്ന തലത്തിലേക്ക് നമ്മൾ വരുന്നു. ശ്രവണത്തിൽ നേരത്തെ സൂചിപ്പിച്ചു, മനനം, അടുത്ത ഘട്ടത്തിൽ മനനം വന്നു. നിധിധ്യാസനത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഉറപ്പിക്കുന്നത്? ഇവിടെ ഞാൻ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികൾക്ക് സാക്ഷിയായിട്ട് നിൽക്കുന്ന കേവല ബോധമാണ്. ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയൊക്കെ ഇപ്പൊ ഞാനെന്നുള്ള അറിവിലുണ്ട്. പക്ഷേ ശരീര സംബന്ധം ഇല്ലെങ്കിലും ഞാനുണ്ട്, ഇന്ദ്രിയ സംബന്ധം ഇല്ലെങ്കിലും ഞാനെന്നുള്ള ബോധമുണ്ട്, മനസ്സംബന്ധം ഇല്ലെങ്കിലും ഞാനെന്നുള്ള അറിവ് അസ്തമിക്കുന്നില്ല. മനസ്സിൻ്റെ എല്ലാവിധത്തിലുള്ള വികല്പങ്ങളെയും അറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സല്ല ഞാൻ, മനസ്സിന് സാക്ഷിയാണ് ഞാൻ. ബുദ്ധിയുടെ എല്ലാ വ്യാപാരങ്ങളെയും അറിഞ്ഞ് അതിനെക്കുറിച്ച് അപഗ്രഥിക്കാനും സ്വയം വിലയിരുത്താനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിന് തീരെ തെളിച്ചില്ല, എൻ്റെ ബുദ്ധി പ്രകാശിച്ചിരുന്നില്ല നേരത്തെ, ഇപ്പൊ കുറച്ച് തെളിച്ചുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇല്ലേ? എൻ്റെ മനസ്സ് വല്ലാത്ത ദുഃഖത്തിലാണ്ടുപോയി, അല്ലെങ്കിൽ വല്ലാത്ത ദേഷ്യം വന്നു എനിക്ക്. ഇതൊക്കെ മനസ്സിന്റെ അവസ്ഥകളാണ്. ഈ അവസ്ഥകളെ ആരാ പറയുന്നത്? ആർക്കാ പറയാൻ പറ്റുക? നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെ ബാക്കിയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് ഊഹിക്കാം, പക്ഷെ നമുക്ക് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെ? ശരിക്കും നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത്, മനസ്സിന്റെ അവസ്ഥ ആർക്കാണ് അറിയാൻ സാധിക്കുക? നമുക്ക് തന്നെയാണ് അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മനഃശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവര് ഒരു പഠനം നടത്തിയിട്ട് ഇന്നിന്ന പോലെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു കോമൺ ആയിട്ടുള്ള സാമാന്യമായിട്ടുള്ള മനസ്സിന്റെ സവിശേഷതകളെയൊക്കെ അവര് പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് അപഗ്രഥിക്കാൻ പറ്റും. അതൊരു സാമാന്യമായിട്ടുള്ള പഠനത്തിന്റെ അപേക്ഷയിൽ ചെയ്യുന്നതാണ്. അതല്ലാതെ എൻ്റെ ഉള്ളിൽ എന്ത് ചിന്തയാണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ ആർക്കേ സാധിക്കുള്ളൂ? എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അത് അറിയുന്ന ഒരാളായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. ആ അറിയുന്ന സാക്ഷിയായിട്ടുള്ള ഒരു ബോധമുണ്ട്. ആ ബോധത്തിലേക്കല്ല ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത്. പകരം ഈ വൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ നിരന്തരമായിട്ടുള്ള ശ്രവണ മനന പ്രക്രിയകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലർ വിചാരിക്കും, ശാസ്ത്രം കുറെ ശ്രവിക്കുകയും മനനം ചെയ്യുകയും ചെയ്താൽ ഈ ബോധം കിട്ടുമോ എന്നുള്ളത്. അതിനാണ് തുടക്കത്തിൽ എന്ത് പറഞ്ഞത്? ഈ ശാസ്ത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വിവേക, വൈരാഗ്യ, സമാധി, ഷഡ്ക, മുമുക്ഷുത്വങ്ങളാകുന്ന പ്രാഥമിക യോഗ്യതകളെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ മനസ്സിലാക്കുന്നുണ്ടാവും എല്ലാവരും എന്നുള്ള നിലയ്ക്ക് പറയാണ്. ശ്രവണ മനനങ്ങളാകുന്ന സാധനകളെ അനുഷ്ഠിച്ചിട്ട് നമുക്ക് ചിത്തത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള ഭാവത്തെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയത്ത് ഈ ഒരു ഉപാധി വിനിർമുക്തമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു കേവല ബോധമായിരിക്കുന്ന ഞാൻ എന്നുള്ള അറിവിലേക്ക് നമ്മളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവണോ? ആ സ്ഥിതി വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി എന്നുള്ളത് കൊണ്ട് അത് അവിടെ ഉറച്ചു നിൽക്കില്ല. കാരണം ഇത് അനാദികാലമായിട്ട് നമ്മളിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ശരീരാദി ഉപാധികളോട് ചേർന്നവനാണെന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ്, ഒരു തെറ്റായിട്ടുള്ള അറിവാണ്. അത് അത്ര രൂഢമാണെന്നുള്ളത് കൊണ്ട് ഒരു പ്രാവശ്യം വിചാരം ചെയ്താലോ 2 പ്രാവശ്യം വിചാരം ചെയ്താലോ ഒന്നും ആ തെറ്റിദ്ധാരണ നീങ്ങിപ്പോവില്ല. വീണ്ടും അത് കടന്നു വരും.
അപ്പൊ നിരന്തരമായിട്ടുള്ള വിവേകം, നിരന്തരമായിട്ടുള്ള വിചാരം, അനുസന്ധാനം എന്ന് പറയും. അത് നമ്മൾ അനുഷ്ഠിക്കുമ്പോഴാണ് ഇത് ദൃഢപ്പെടുന്നത്, ജ്ഞാനനിഷ്ഠ നമുക്ക് കൈവരുന്നത്. ജ്ഞാനനിഷ്ഠ പറഞ്ഞാൽ വേറൊന്നല്ല, സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാലും വേറൊന്നല്ല. എന്താണത്? ഈ ഒരു നിഷ്ഠ ഏതവസരത്തിലും സ്വയം ശരീരേന്ദ്രിയ മനോബുദ്ധികളാണെന്ന് തെറ്റിദ്ധരിക്കാതെ കേവല ബോധമാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ്. പക്ഷെ അതും 9 ശോധനമേ ആവണുള്ളൂ എന്ന് മനസ്സിലാക്കണം. ആ ഒരു ബോധം തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മെന്നും കൂടി തിരിച്ചറിയണം. അപ്പോഴാണ് ഈ ശാസ്ത്ര പ്രക്രിയ പൂർണ്ണമാവുന്നത്. അതാണ് തത്വമസി. അസി എന്നുള്ളിടത്തേക്ക് എത്തണം. അതിന് തത്പദ സ്വരൂപമായിരിക്കുന്ന ഈശ്വരന്റെ സ്വരൂപവും ഈ ബോധസ്വരൂപമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഐക്യപ്പെടണം. അത് പിന്നെ അടുത്ത ഘട്ടങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് പ്രവേശം കിട്ടിയാൽ ബാക്കിയുള്ളത് അത് അതിൻ്റെ വഴിയിൽ അങ്ങ് നടക്കും. അപ്പം നമ്മുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള കർത്തവ്യം എന്താണ്? ചുവട് വെക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള കർത്തവ്യം. ഇരിക്കുന്നിടത്ത് ഇരിക്കാതെ ചുവട് വെച്ചോണ്ടേ ഇരിക്കുക. ഏത് പടിയിലാണ് നമ്മൾ നിൽക്കണമെന്ന് വെച്ചാലും തിരക്കടില്ല, അതിൻ്റെ അടുത്ത പടിയിലേക്ക് ചുവട് ഉയർത്തി വെക്കാനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞത്? ഈ 6-ാം അധ്യായത്തിലാണ് ആ മഹത്തായിട്ടുള്ള ഉപദേശം, ഉദ്ധരേത് ആത്മനാത്മാനം എന്നുള്ള ഉപദേശം. അതിന് ആഴത്തിലുള്ള അർത്ഥമുണ്ട്, പക്ഷെ ഏത് തലത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉപദേശമാണത്. ഉദ്ധരേത് ആത്മനാ ആത്മാനം, നമ്മളെ സ്വയം ഉദ്ധരിക്കണം. അപ്പൊ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടുന്ന് അടുത്ത പടിയിലേക്ക് നമ്മുടെ ചുവട് ഉയർത്തി വെക്കാൻ നമുക്ക് സാധിക്കും. ശരി, ഏതായാലും ഇവിടെ എന്താണ്? ഈ വിചാരത്തിലൂടെ, നിരന്തരമായിട്ടുള്ള അനുസന്ധാനത്തിലൂടെ അഹം സച്ചിദാനന്ദ സ്വരൂപ, പോട്ടെ അത്രയും ഉറപ്പിക്കാൻ നമുക്ക് പറ്റണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, അഹം ബോധസ്വരൂപ, ഞാൻ ആരാണ്? അഹം സാക്ഷിബോധസ്വരൂപ, ഞാൻ സാക്ഷിയാണ്. ആ സാക്ഷി എന്നുള്ള ഒരു ഭാവത്തെ തിരിച്ചറിയാൻ നിരന്തരമായിട്ട് പരിശീലിക്കുക. അതാണ് നിധിധ്യാസനം. ആ സാക്ഷിയാണ് ഞാൻ എന്നുള്ളതിനെ ഉറപ്പിക്കാൻ. ആ സാക്ഷിയാണെന്ന് ഉറപ്പിക്കുമ്പോൾ മാത്രമേ ദ്വന്ദ്വങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല എന്നുള്ളത് ദൃഢമാവുള്ളൂ. സുഖം, ദുഃഖം, മാനം, അപമാനം ഇതൊക്കെ നമ്മളെ ബാധിക്കും. അല്ലാന്ന് വെച്ചാൽ ഇതൊക്കെ ചുറ്റുപാടും ഉള്ളപ്പോഴും ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കണം? നമ്മളിൽ ഇരിക്കണം. സാക്ഷിയായിട്ടിരിക്കുമ്പോൾ ഇതൊന്നും ബാധിക്കുന്നില്ല. എവിടെയാണ് ഇതൊക്കെ ബാധിക്കുന്നത്? മനസ്സിന്റെ തലത്തിലാണ്. മനസ്സല്ല ഞാൻ, മനസ്സിനും സാക്ഷിയാണ് ഞാൻ എന്ന് ബോധിച്ചാൽ ഈ ബാധകളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നിധിധ്യാസനം എന്നുള്ള ഒരു തലം വെച്ചിട്ടുള്ളത്. ശ്രവണം കൊണ്ട് തന്നെ അത് ദൃഢമായോ? പിന്നെ മനനവും നിധിധ്യാസനം ആവശ്യമില്ല. ഇനി ശ്രവണത്തിൽ സാധിച്ചില്ലെങ്കിൽ മനനത്തിലേക്ക് പ്രവേശിക്കണം. മനനം കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അടുത്ത പടി എന്താണ്? നിധിധ്യാസനം. ഇനി അപ്പുറത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചിലർ ചോദിക്കും. ശ്രവണവും മനനവും നിധിധ്യാസനവും അല്ലാതെ ഇനി അപ്പുറത്ത്, ഇതിനെക്കാട്ടിൽ അപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി ഇതിനപ്പുറത്തൊന്നും ചെയ്യണ്ട. മനസ്സിലായില്ലേ? ഇത് 3 ചെയ്താൽ മതി. അപ്പൊ നിധിധ്യാസനം എന്നുള്ളത്. ഇനി നിധിധ്യാസനം എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്താന്നല്ലേ, ചിലരുടെ വിചാരം ഇരുന്നും കൊണ്ട്, ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് മാത്രമേ നിധിധ്യാസനം ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ്, ഭഗവാൻ ഇവിടെ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ സമാധ്യഭ്യാസ രൂപമായിട്ടുള്ള നിധിധ്യാസനം തന്നെയാണ്. പക്ഷേ ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കുന്ന നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, സദാസമയവും. അതാണ് കർമ്മണ്യകർമ്മ യഃ പശ്യേത് അകർമ്മണി ച കർമ്മയഹ എന്നൊക്കെയുള്ള ഉപദേശം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് കേവലം ഇരുന്ന് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രം ചെയ്യേണ്ടതല്ല ഈ ഒരു നിധിധ്യാസനം എന്നുള്ളത്. പിന്നെയോ, എന്ത് ചെയ്യുമ്പോഴും ഈ ബോധത്തെ നിലനിർത്താൻ ഉള്ള പരിശ്രമം ചെയ്യുമ്പോഴും എന്താണ്? കർത്തൃത്വത്തിന് ഉപരിയുള്ള സ്വരൂപമാണ് എൻ്റെത്. കർത്തൃത്വം പോലും എന്നിലുള്ള ഒരു വൃത്തിയാണ്, അതിന് സാക്ഷിയായിട്ടുള്ള ബോധമാണ് ഞാൻ എന്ന് അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം എന്നാ പറയാ. തീർച്ചയായിട്ടും സമാധി പരിശീലനം അതിന് ഉപകാരകമാണ്. പിന്നെ നമുക്ക് ചിത്ത ഏകാഗ്രതയ്ക്ക് ആവശ്യം വേണ്ടതുമാണ് സമാധി പരിശീലനം, അല്ലാന്നൊന്നും പറയണില്ല. പക്ഷെ അത് മാത്രമേ ഉള്ളൂ, ആ സമയത്ത് മാത്രം അത് ഉറപ്പിച്ചാൽ മതി എന്നുള്ള ധാരണ നമ്മൾ മാറ്റേണ്ടതുണ്ട്. സദാസമയവും അല്ലെ, വേദാന്ത അനുസന്ധാനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സദാസമയവും കൂടെ കൊണ്ട് നടക്കേണ്ടതാണിത്.
ഈ ഒരു അനുസന്ധാനം എന്നുള്ളത്. ഏതായാലും 6-ാം അധ്യായത്തിൽ പക്ഷെ ഭഗവാൻ സമാധ്യഭ്യാസ രൂപമായിട്ടുള്ള നിധിധ്യാസനത്തെ തന്നെയാണ് ഉപദേശിക്കുന്നത്. അതിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് തൊട്ടിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. സമങ്കായ വേറെ എവിടെയും നമുക്ക് വേദാന്ത ശാസ്ത്രത്തിൽ ഇത്രയും വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ടിട്ടുള്ള ഉപദേശത്തെ കാണാൻ സാധിക്കില്ല. ഇത് ദ്വൈതപരമായിട്ടുള്ള സാധന അനുഷ്ഠിക്കുന്നവർക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന ഉപദേശവും കൂടിയാണ്. നമ്മൾ ഏത് സാധന അനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോഴും ഉപാസന അനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോഴും ഉണ്ടാവുന്ന വിഘ്നങ്ങളെയും അതിനെ എങ്ങനെ നിവാരണം ചെയ്യണം എന്നുള്ളതിനെയും ഒക്കെ ഈ ഉപദേശം ശ്രവിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ആരോ പറയണ്ടായി ജപിക്കുമ്പം മനസ്സ് ഏകാഗ്രപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പൊ 6-ാം അധ്യായം പഠിക്കാൻ വന്നിരിക്കുന്നത് കൊണ്ട് അതിനുള്ള ഉത്തരം നമുക്ക് എന്തായാലും കിട്ടും. ജപിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രപ്പെടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഉത്തരം എല്ലാവർക്കും വലിയ പ്രശ്നമാണത്. മനസ്സ് ഏകാഗ്രപ്പെടുന്നില്ല ജപിക്കുമ്പോൾ എന്താ ഉപായം? അതിനാണ് ധാരണ പറഞ്ഞിട്ടുള്ളത്. ഈ ധാരണയുടെ പ്രക്രിയ തന്നെ എന്താണ്? യഥോ നിശ്ചരതി. അത് ഇനി വരാൻ പോകുന്ന ശ്ലോകം, അതിലേക്ക് കിടക്കണില്ല. എവിടേക്കാണോ പോകുന്നത് അവിടുന്ന് പിടിച്ചോണ്ട് വരിക എന്നുള്ളതാണ്. അത് ഈ ഒരു പ്രക്രിയയുടെ ഒരു അവശ്യ ഭാഗമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകാഗ്രസ്ഥിതി അല്ലെങ്കിൽ തൈലധാര പോലെയുള്ള വിഘ്നങ്ങൾ ഇല്ലാത്ത, അന്യപ്രത്യയങ്ങളില്ലാത്ത നൈരന്തര്യം, ആ ഒരു വൃത്തിയുടെ നൈരന്തര്യം നമുക്ക് ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ബാഹ്യ വിഷയത്തിൽ ആണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇനി ആത്മവിഷയത്തിലാവുന്ന സമയത്ത് നമ്മൾ അന്യമായിട്ടൊരു ധ്യേയത്തെ എടുക്കുന്നില്ല അവിടെ. പകരം നമ്മുടെ ധ്യേയം എന്താണ്? അതായത് വേദാന്ത വിചാരത്തിൽ, വേദാന്ത ധ്യാനത്തിൽ നമ്മുടെ ധ്യേയം എന്താണ്? സഗുണധ്യാനത്തിൽ നമ്മുടെ ധ്യേയം അന്യവിഷയാണ്. അവിടെ ധ്യാനിക്കുന്ന ഞാനുണ്ട്, ധ്യാനിക്കപ്പെടുന്ന വിഷയമുണ്ട്, ധ്യാനം എന്നുള്ള പ്രക്രിയയുമുണ്ട്. എന്നാൽ ഇവിടെ ആത്മധ്യാനത്തിൽ നമ്മുടെ ധ്യേയം എന്താണ്? ധ്യാനിക്കുന്നവൻ തന്നെയാണ് ധ്യേയം അല്ലെ. ധ്യാനിക്കുന്നവന്റെ സ്വരൂപമാണ് ധ്യേയമായിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രക്രിയ ഒന്ന് വ്യത്യാസമുണ്ട്. അവിടെ ഒരു വിഷയത്തിലേക്ക് ഏകാഗ്രപ്പെടുത്തിയാൽ മതി. പക്ഷെ ഇവിടെ വേണ്ടത് ഏകാഗ്രപ്പെടുത്തുക എന്നുള്ളതിൽ ഉപരിയായിട്ട് എന്താ വേണ്ടത്? അന്യപ്രത്യയങ്ങളെ നിവാരണം ചെയ്യാന്ന്. അന്യപ്രത്യയം പറഞ്ഞാൽ മറ്റ് താദാത്മ്യങ്ങളെ നിവാരണം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് ആവശ്യമുള്ളത്. കുറേയൊക്കെ അന്യപ്രത്യയം നിവാരണം ചെയ്യുമ്പോഴേ പിന്നെ ആത്മപ്രത്യയം, ഗുരുദേവനൊക്കെ പറയുന്നത് പോലെ ഒരു 10,000 ആതിഥേയന്മാരൊന്നിച്ചുദിച്ചതുപോലെ ആത്മാകാര വൃത്തിയൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മളെ ആവേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുള്ളൂ. ഒരു ഘട്ടം കഴിയുമ്പോൾ അത് നമ്മളെ ആവേശിച്ചോളൂ. പക്ഷെ അതിനാദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ വൃത്തിയെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രവണ മനന നിധിധ്യാസനങ്ങൾ അല്ലെങ്കിൽ അന്യപ്രത്യയ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനും ഇനി 18-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ കടക്കുന്ന സമയത്ത് ഇതൊക്കെ എന്തിനു പറയുന്ന സമയമായിട്ടുണ്ട്. ഇതും കൂടി സൂചിപ്പിച്ചിട്ട് നിർത്താം. നമുക്ക് വീണ്ടും 2 മണി തൊട്ടിട്ടുള്ള സെഷൻ ഉണ്ട്. അതിൽ നമുക്ക് ബാക്കിയുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥത്തെയും കൂടി ചിന്തിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നാണെങ്കിൽ, നമുക്ക് ഈ ഒരു നിധിധ്യാസനത്തിലേക്ക് പോട്ടെ, ശ്രവണ മനനത്തിലേക്ക് തന്നെ കടക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഘടകങ്ങളെയും, സാധനയ്ക്ക് വേണ്ട എല്ലാ അംഗങ്ങളെയും നമ്മൾ സാത്വികമാക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സാത്വികമായിട്ടുള്ള ജ്ഞാനം, സാത്വികമായിട്ടുള്ള കർമ്മം, സാത്വികമായിട്ടുള്ള കർത്തൃത്വഭാവം, അതുപോലെ തന്നെ സാത്വികമായിട്ടുള്ള ധൃതി, ഇതൊക്കെ നമ്മൾ നേടിയെടുക്കണം. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് 18-ാമത്തെ അധ്യായത്തിൽ. ഗുണഘടന എങ്ങനെയാ നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്നും അതിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കാം എന്നുള്ളതും ഒക്കെ 14, 16, 17, 18 അധ്യായങ്ങളിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ 18-ാം അധ്യായത്തിൽ 18-ാം ശ്ലോകം തൊട്ടിട്ടുള്ള ഭാഗം ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. അവിടെ 3 വിധത്തിലുള്ള രാജസം, താമസം, രാജസം, സാത്വികം. സാത്വിക, രാജസ, താമസ ഭാവങ്ങളിൽ നമ്മുടെ ബുദ്ധി സത്വഗുണത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മളുടെ ചിന്ത എങ്ങനെയായിരിക്കും? നമ്മുടെ ധൃതി എങ്ങനെയായിരിക്കും? സത്വഗുണത്തിലാണെങ്കിൽ. രജോ ഗുണത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കുക? തമോ ഗുണത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കുക? ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ആത്മനിഷ്ഠയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ പണി എവിടുന്ന് തുടങ്ങണം? ഈ ഘടകങ്ങളിൽ നിന്നൊക്കെ പണി തുടങ്ങണം. അതായത് ബുദ്ധിയെ സാത്വികമാക്കണം,
അറിവിനെ സാത്വികമാക്കണം, കർത്തൃത്വ ഭാവത്തെ സാത്വികമാക്കണം, ധൃതിയെ സാത്വികമാക്കണം. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആത്മപ്രജ്ഞ എന്നുള്ളതിലേക്ക് നമ്മളെ ഉയർത്താൻ സാധിക്കുള്ളൂ. അല്ലാതെ കേവല ശ്രവണം കൊണ്ട് തന്നെ, കേവലം വേറൊന്നും ചെയ്യേണ്ട, വെറും ശ്രവണം ചെയ്താൽ മതി. ശരിയാണ്, അതിനുള്ള പാകതയുള്ളവർക്ക് ശ്രവണം തന്നെ വേണ്ടി വരില്ല, അല്ലെ? ശ്രവണം വേണ്ടെന്നല്ല പറയുന്നത്. അവർ പൂർവ്വത്തിൽ ആ സംസ്കാരം ആർജിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവ് അവരിൽ സമയമാകുമ്പോ പ്രകാശിച്ചോളും. അല്ലാത്തവർക്കൊക്കെ എന്താ വഴി? ഈ പറഞ്ഞ ക്രമത്തിൽ ചിത്തശുദ്ധിയെ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാ. അപ്പൊ ഒരു വേദാന്ത സാധകന് അയാൾ ചെയ്യുന്ന അയാളുടെ ഓരോ നിമിഷവും സാധനയായിട്ട് തീരണം. എന്തിനുള്ള സാധന? ആ ഒരു സാത്വിക പ്രജ്ഞയിലേക്ക് തന്നെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള, സാത്വിക ഭാവത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനയായിട്ട് തീരണം. നമ്മുടെ വാക്ക് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ചിന്ത ഏതൊക്കെ വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഓരോ വ്യവഹാരത്തിലും ചിലപ്പോൾ നമ്മൾ രാജസായിട്ട് പോകും, ചിലപ്പോൾ താമസികമായിരിക്കും. കാരണം നമുക്ക് ഒരു പ്രകൃതി കൂടെ ഉണ്ടല്ലോ. നമ്മുടെ മനസ്സ് പറഞ്ഞ പ്രകൃതിയാണ്, ശരീരം എന്ന് പറഞ്ഞ പ്രകൃതിയാണ്. അതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഈ പ്രകൃതി എപ്പോഴും സാത്വികമായിട്ട് ഇരിക്കില്ല, അത് രാജസത്തിലേക്കും താമസത്തിലേക്കും പോകും. പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും സാത്വികത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ സാധന എന്നുള്ളത്. അത് നിരന്തരം ഒരു വേദാന്ത സാധകൻ ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ പറയുന്നത്? അതിന് നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു ഈശ്വരാധീനം വേണം, ചിത്തപ്രസാദം വേണം. അതിന് നിരന്തര സാധന അനുഷ്ഠിക്കണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ തലത്തിലേക്കൊക്കെ ഒരാൾക്ക് എത്താൻ പറ്റുള്ളൂ. അതല്ലാതെ രമണ മഹർഷി ഇതൊന്നും ചെയ്യാതെ മുക്തനായല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മഹാമൂഢതയാണ്. പരിഭാഗം വന്ന ജീവൻ അവര് കഴിഞ്ഞ ജന്മങ്ങളിൽ എത്രയോ ഇതുപോലെയുള്ള സാധന അനുഷ്ഠിച്ചിട്ടാണ് പരിഭാഗം വന്നത്. അവർക്ക് ഇതൊന്നും വേണ്ടി വരില്ല. അല്ലാത്തവരൊക്കെ ശുദ്ധീകരണം, ആ ശുദ്ധീകരണ പ്രക്രിയക്ക് നമ്മൾ വിധേയമാവന്നെ ചെയ്യണം. മറ്റാരെയും ബോധിപ്പിക്കാനല്ല. ആരെ ബോധിപ്പിക്കാനാണ്? പക്ഷേ നമുക്ക് നമ്മളോട് നീതി പുലർത്താൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ ശുദ്ധീകരണ പ്രക്രിയക്ക് നമ്മൾ വിധേയമാവണം. ഇതൊന്നും വേണ്ടെന്നല്ല ഇവിടെ ശാസ്ത്രത്തിൽ പറയണത്. ഇത്രയും പറഞ്ഞ നിർത്തുകയാണ്. തുടർച്ച നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള സെഷനിൽ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ.